നമസ്കാരം. എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. CPIM ഓഫീസ് റെയ്ഡിൽ DCP ചൈത്ര ജോണിനെ വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ചൈത്രയുടെ നടപടി രാഷ്ട്രീയ പ്രവർത്തകരെ ഇകഴ്ത്താനുള്ള ശ്രമം. സർക്കാരിന് മുകളിൽ ഒരു ഉദ്യോഗസ്ഥയും പറക്കണ്ടെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. സർക്കാർ നിലപാട് പോലീസിന്റെ ആത്മവീര്യം തകർക്കുന്നതെന്ന് രമേശ് ചെന്നിത്തല. ചൈത്രയ്ക്കെതിരായ അന്വേഷണ റിപ്പോർട്ടിൽ നടപടി ശുപാർശയില്ല. കേന്ദ്രത്തിൽ കോൺഗ്രസിനെ ഒഴിവാക്കിയുള്ള BJP ഇതര സർക്കാർ സാധ്യമല്ലെന്ന് S രാമചന്ദ്രൻ പിള്ള. മതേതര സർക്കാർ രൂപീകരിക്കുന്നതിൽ കോൺഗ്രസിന് നിർണായക പങ്ക് വഹിക്കാനാകും. പ്രകാശ് കാരാട്ട് കേരളത്തിൽ മത്സരിക്കുമെന്നത് അഭ്യൂഹം മാത്രം. SRPയുടെ തുറന്നു പറച്ചിൽ റിപ്പോർട്ടറിന്റെ ക്ലോസ് എൻകൗണ്ടറിൽ. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ രാഹുൽ ഗാന്ധി നാളെ എത്തും. ഹർത്താലിനെതിരെ ഒറ്റക്കെട്ടായി ശബ്ദമുയർത്തി നിയമസഭ. തുടർച്ചയായ ഹർത്താലുകൾ നിയന്ത്രിക്കാൻ സർവകക്ഷി യോഗത്തിന് തയ്യാറെന്ന് മുഖ്യമന്ത്രി. ഹർത്താൽ നിയന്ത്രിക്കാൻ നിയമം വേണമെന്ന് പ്രതിപക്ഷം. കർണാടകയിൽ കോൺഗ്രസ് JDS സർക്കാരിൽ വീണ്ടും അലോസരങ്ങൾ. രാജിഭീഷണിയുമായി മുഖ്യമന്ത്രി കുമാരസ്വാമി. കോൺഗ്രസ് MLA-മാരെ നേതൃത്വം നിലയ്ക്ക് നിർത്തണമെന്ന ആവശ്യം. നേതൃത്വത്തിന്റെ ആവശ്യപ്രകാരം കോൺഗ്രസ് MLA മാപ്പു പറഞ്ഞു. ന്യൂസിലാൻഡിനെതിരായ ഏകദിന പരമ്പര ഇന്ത്യക്ക്. തുടർച്ചയായ മൂന്നാം മത്സരത്തിലും ഇന്ത്യ ജയിച്ചു. മൂന്നാം ഏകദിനത്തിൽ ജയം 7 വിക്കറ്റിന്. മുഹമ്മദ് ഷമി മാൻ ഓഫ് ദ മാച്ച്. CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ റെയ്ഡ് നടത്തിയ DCP ചൈത്ര തെരേസ ജോണിന്റെ നടപടിയെ വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പാർട്ടി ഓഫീസുകൾ ജനാധിപത്യത്തിന്റെ ഭാഗമാണ്. സാധാരണ നിലയിൽ അവിടെ പോലീസ് പരിശോധനകൾ നടക്കാറില്ല. അന്വേഷണത്തോട് രാഷ്ട്രീയ നേതൃത്വം സഹകരിക്കുന്നതാണ് സംസ്ഥാനത്തിന്റെ പൊതുരീതിയെന്നും പ്രതിപക്ഷ നേതാവിന്റെ സബ്മിഷന് മറുപടിയായി മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം ADGP നൽകിയ റിപ്പോർട്ടിന്മേൽ ചൈത്രയ്ക്കെതിരെ നടപടിക്ക് ശുപാർശയില്ല. രാഷ്ട്രീയ പ്രവർത്തകരെ ഇകഴ്ത്തിക്കാട്ടാൻ നടക്കുന്ന ശ്രമങ്ങളുടെ ഭാഗമായിരുന്നു CPM ഓഫീസിൽ നടന്ന റെയ്ഡ് എന്നാണ് മുഖ്യമന്ത്രിയുടെ വിശദീകരണം. റെയ്ഡ് നടത്തിയിട്ടും പ്രതികളിൽ ആരെയും പാർട്ടി ഓഫീസിൽ നിന്നും കണ്ടെത്താനായില്ല. രാഷ്ട്രീയ പാർട്ടികൾക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യം നൽകുക എന്നത് ജനാധിപത്യത്തിന്റെ ഭാഗമാണ്. CPM ഓഫീസിൽ നടന്ന റെയ്ഡിനെക്കുറിച്ച് ജില്ലാ സെക്രട്ടറി നൽകിയ പരാതി DGP തന്നെ അന്വേഷിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള സാഹചര്യം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അനുവദിക്കുക എന്നതാണ് സർക്കാർ നയമെന്നും വ്യത്യസ്തമായി പ്രവർത്തിക്കുന്നവർക്കെതിരെ യുക്തമായ നടപടി സ്വീകരിക്കുമെന്നും പിണറായി വിജയൻ പറഞ്ഞു. എന്നാൽ നിയമപരമായി സ്വീകരിക്കേണ്ട നടപടി മാത്രമാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായതെന്ന് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി. ചൈത്രയോട് വിശദീകരണം തേടിയത് പോലീസിന്റെ ആത്മവീര്യം തകർക്കുന്ന നടപടിയാണ്. പണ്ടും CPM ഓഫീസർ റെയ്ഡ് നടത്തിയിട്ടുണ്ടെന്നും സർക്കാർ നടപടി തെറ്റായ സന്ദേശം പോലീസ് സേനയിൽ ഉണ്ടാക്കുമെന്നും ചെന്നിത്തല വ്യക്തമാക്കി. അതേസമയം ചൈത്ര തെരേസ ജോണിനെതിരായ അന്വേഷണ റിപ്പോർട്ട് ADGP മനോജ് എബ്രഹാം DGPക്ക് കൈമാറി. റെയ്ഡിൽ നിയമപരമായ പിശകുകളില്ല എന്നാണ് കണ്ടെത്തൽ. അതേസമയം ഗൗരവമുള്ള കേസിൽ പാർട്ടി ഓഫീസ് റെയ്ഡ് നടത്തുന്നതിന് മുൻപായി മേലുദ്യോഗസ്ഥരുമായി കൂടിയാലോചിക്കുന്നതിൽ ജാഗ്രത കുറവുണ്ടായി എന്ന റിപ്പോർട്ടിലുണ്ടെന്നാണ് സൂചന. വിഷയത്തിൽ DGPയാണ് അന്തിമ തീരുമാനമെടുക്കുക. റിപ്പോർട്ട് മുൻനിർത്തി ഉദ്യോഗസ്ഥർക്കെതിരെ കാര്യമായ നടപടിയിലേക്ക് കടക്കാൻ സാധ്യത വിരളമാണ്. എന്നാൽ മുഖ്യമന്ത്രി കൂടി വിമർശനമായി രംഗത്ത് വന്നതോടെ DCPയെ പൂർണ്ണമായി നടപടികളിൽ നിന്നും ഒഴിവാക്കാൻ DGPക്കും കഴിയില്ല. റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഈ വിഷയത്തിൽ ശ്രീ VK മധു CPIM, ശ്രീ N ഷംസുദ്ദീൻ MLA മുസ്ലിം ലീഗ്, ശ്രീ KV തോമസ് MP കോൺഗ്രസ്, ശ്രീ CR നീലകണ്ഠൻ ആം ആദ്മി പാർട്ടി എന്നിവർ. ആദ്യം ശ്രീ VK മധു, ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമായിട്ടാണ് DCP ചൈത്ര ജോൺ CPIMന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിയത്. അവർ അവിടെ മാന്യമായിട്ടാണ് ഇടപെട്ടിട്ടുള്ളത് എന്നുള്ളതിന് CCTV ദൃശ്യങ്ങൾ തെളിവാണ്. യാതൊരു തരത്തിലുള്ള നിയമലംഘനങ്ങളും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ADGP ആയിട്ടുള്ള മനോജ് എബ്രഹാമിൻ്റെ കണ്ടെത്തലാണ്. നിയമപ്രകാരമാണ് ഈ റെയ്ഡ് എന്നാണ് പോലീസ് ഔദ്യോഗികമായി കാണുന്നത്. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി പറയുകയാണ്, നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസിൽ സാധാരണഗതിയിൽ പോലീസ് കയറാറില്ല എന്ന്. എനിക്ക് മനസ്സിലായില്ല, അങ്ങനെയുണ്ടോ CRPCയിൽ? അതോ പോലീസുകാർക്ക് ബാധകമാകുന്ന ഏതെങ്കിലും ചട്ടം, രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസുകളിൽ പ്രതികൾ ഒളിച്ചിരുന്നാൽ അവരെ പിടിക്കരുത് എന്ന് പറയുന്ന ഏതെങ്കിലും ചട്ടമുണ്ടോ? അതോ ശബരിമലയിൽ യുവതികൾ കയറരുത് എന്ന് പറയുന്നത് പോലെയുള്ള ഒരു ആചാരമാണോ രാഷ്ട്രീയ പാർട്ടി ഓഫീസിൽ പോലീസ് കയറരുത് എന്നുള്ളത്? ശ്രീ VK മധു, അങ്ങയോടാണ്. അല്ല, രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസിൽ റെയ്ഡ് ചെയ്യുന്നതിനെയൊന്നും CPM സാധാരണഗതിയിൽ അങ്ങനെ എതിർക്കുന്നില്ലല്ലോ കാര്യം. പക്ഷേ ഒരു പ്രശ്നമുള്ളത്, ഈ രാഷ്ട്രീയ പാർട്ടികളെന്ന് പറയുന്നത് CPM ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, LDF ആയിക്കോട്ടെ, UDF ആയിക്കോട്ടെ, ഈ കേരളത്തിൽ നിലനിൽക്കുന്ന ജനാധിപത്യ വ്യവസ്ഥയുടെ ഭാഗമാണ്. സാധാരണഗതിയിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസുകൾ റെയ്ഡ് ചെയ്യുന്നത് സാധാരണഗതിയിൽ കേരളത്തിൽ പതിവുള്ളൊരു കാര്യമല്ല. അങ്ങനത്തെ കീഴ്വഴക്കവും വളരെ അപൂർവമായിട്ട് മാത്രമേ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ഇവിടെ സംഭവിച്ചെന്താ, കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവം എന്ന് പറയുന്നത് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലുണ്ടായ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് അതിന്റെ പ്രതികൾ CPMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലുണ്ട് എന്ന
ഒരു കണക്കുകൂട്ടലിന്റെ അടിസ്ഥാനത്തിലോ തെറ്റായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലോ ആണ് DCP ജില്ലാ കമ്മിറ്റി ഓഫീസിൽ കയറിയത്. പക്ഷേ രണ്ടുമൂന്ന് കാര്യങ്ങൾ പ്രധാനമായിട്ട് ആലോചിക്കേണ്ടത്. ഒന്ന്, DCP കയറി പരിശോധന നടത്തിയിട്ട് പ്രതികൾ അവിടുന്ന് കിട്ടിയോ? പ്രതികൾ അവിടെ ഉണ്ടായിരുന്നോ? 2, 3 മിനിറ്റ് 22 സെക്കൻഡാണ് DCP അവിടെ റെയ്ഡ് നടത്തിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് ജില്ലാ കമ്മിറ്റി ഓഫീസ് പോലെ വലിയ സ്ഥാപനം റെയ്ഡ് ചെയ്യാൻ അത്രയും സമയം പോരാന്നുള്ളത് അറിയാമല്ലോ. പിന്നെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? എന്തായിരുന്നു? അപ്പോ ശ്രീ മധു, കൂടുതൽ സമയം CPM-ന്റെ DC ഓഫീസിൽ ചെലവഴിച്ചിട്ടില്ല എന്നുള്ളതാണോ നിങ്ങളുടെ പരാതി? ഒന്നാമത്തെ കാര്യം, പോലീസിനെ സംബന്ധിച്ച് ഒരു ഇൻപുട്ട് കിട്ടുന്നു കൃത്യമായി. ഈ ഒളിവിലുള്ള പ്രതിയുടെ ഭാര്യ ഞാൻ DC ഓഫീസിലുണ്ട് എന്നാണ് DYFIയുടെ ഭാരവാഹി പ്രതിവചിക്കുന്നത്. അതനുസരിച്ച് പോലീസിന് കിട്ടിയ ഇൻപുട്ട് അനുസരിച്ചാണ് DC ഓഫീസിലേക്ക് പോകുന്നത്, മേട്ടുകടയിലേക്ക് പോകുന്നത്. പ്രതി ഇന്ന ഡിവൈഎഫ്ഐയുടെ ഭാരവാഹി അങ്ങനെ ആരോടും പറഞ്ഞിട്ടില്ല. അതൊരു കെട്ടിച്ചമച്ച കഥയാണ്. അതിപ്പോ DCP മജിസ്ട്രേറ്റിന് കൊടുത്ത സ്റ്റേറ്റ്മെന്റിൽ അങ്ങനെ അവകാശപ്പെടുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. 1. 2, പ്രതി അവിടെ ഉണ്ടോ എന്ന് ലൊക്കേറ്റ് ചെയ്യാൻ 5 മിനിറ്റ് സമയം മതിയല്ലോ. ഈ പറയുന്ന പ്രതിയുടെ മൊബൈൽ ഫോൺ ലൊക്കേറ്റ് ചെയ്താൽ 5 മിനിറ്റ് കൊണ്ട് മേട്ടുക്കട റേഞ്ചിനകത്ത് ആ ടവറിന്റെ പരിധിയിൽ ഈ പ്രതി ഉണ്ടോ എന്ന് അറിയാൻ ആധുനികമായ സംവിധാനമുണ്ടല്ലോ. അതിനൊന്നും മെനക്കെടാതെ എന്തിനാ ജില്ലാ കമ്മിറ്റി ഓഫീസ്, CPM-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ? ഒന്ന്, മെഡിക്കൽ കോളേജിൽ നടന്ന സംഭവം, മെഡിക്കൽ കോളേജിലും തിരുവനന്തപുരം നഗരത്തിന്റെ പല ഭാഗത്തും എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായാൽ ആ പ്രതികളെല്ലാം CPM-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഞാൻ ചോദിക്കട്ടെ, CPM-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പ്രതിയുണ്ട് എന്നുള്ള കിട്ടി? കയറി നോക്കിക്കോളൂ, ഇവിടെ ആരും ഞങ്ങൾ ഒളിപ്പിച്ചിട്ടില്ല. ഇപ്പൊ നിങ്ങൾ ആണല്ലോ ഭരിക്കുന്നത്, പോലീസുകാരോട് കയറി നോക്കിക്കോളൂ, ഞങ്ങൾ ഇവിടെ ആരെയും ഒളിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് ഓഫീസ് സെക്രട്ടറി തന്നെ അവരെ സ്വീകരിച്ച് ആനയിച്ചു കൊണ്ട് കാണിക്കാവുന്നതേ ഉള്ളൂ. അത്രയല്ലേ ഉള്ളൂ. അവര് വന്നു അവർക്ക് പരിശോധിക്കണമെന്ന് പറഞ്ഞു. അല്ല, പറഞ്ഞോളൂ. അല്ല, അവര് വന്നു. അവര് DC ഓഫീസിന്റെ 3ാമത്തെ നിലയിൽ ടെറസും വരെ കയറി പരിശോധിച്ചു, ബാത്റൂമുകൾ പരിശോധിച്ചു, ഇതെല്ലാം പരിശോധിച്ചു. ആരും തടസ്സപ്പെടുത്തിയില്ലല്ലോ. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ ഇതിന്റെ പിന്നിൽ ഉണ്ടായ ഒരു സംഭവം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ഹീറോയിസം വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തിയ ഒരു നാടകമാണിത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പൊ അവർക്ക് പ്രതിയെ കിട്ടിയില്ല. പ്രതി അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കൃത്യമായ ഒരു വിവരം അവരുടെ മുമ്പിലില്ല. അവരോട് അങ്ങനെ പ്രതിയുടെ ഭാര്യ പറഞ്ഞു എന്ന് അവർ അവകാശപ്പെടുകയാണ്. അതിന് ആധികാരികമായ ഒരു തെളിവുമില്ല. അല്ല, എന്തായാലും ഇന്നലെ വി ശിവൻകുട്ടി വാർത്താ സമ്മേളനത്തിൽ തന്നെ ഈ ഭാര്യയെ കൊണ്ട് നിർബന്ധിച്ച് ഫോൺ വിളിപ്പിച്ചു, ഭീഷണിപ്പെടുത്തി ഫോൺ വിളിപ്പിച്ചു എന്ന ആരോപണം ഉന്നയിക്കുന്നുണ്ടല്ലോ. ശരി, അതിന്റെയൊക്കെ വസ്തുതകൾ വരട്ടെ. ഇത് വളരെ ലളിതമായിട്ടുള്ള കാര്യമാണല്ലോ. പോലീസിനെ സംബന്ധിച്ച് പോലീസിന് ഒരു ഇൻപുട്ട് ഉണ്ട്. അത് തെറ്റാകാം, ശരിയാകാം. അല്ല, അത് തെറ്റാകാം, ശരിയാകാം. പോലീസിന്റെ കയ്യിൽ ഇൻപുട്ട് ഉണ്ട്. അപ്പോ CPIM-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പ്രതി ഇല്ലെങ്കിൽ, അതില്ല എന്ന് അവരെ ബോധ്യപ്പെടുത്തിയാൽ മാത്രം പോരെ. നാട്ടിലെ നിയമവ്യവസ്ഥയെ അംഗീകരിക്കുന്ന ആളുകൾക്ക് CPIM-ന്റെ ഓഫീസിൽ പ്രതി ഇല്ല എങ്കിൽ ഇവിടെ പ്രതി ഇല്ല എന്ന് ബോധ്യപ്പെടുത്തിയാൽ മാത്രം മതിയല്ലോ. പിന്നെ എന്തിനാണ് വകുപ്പ് തല അന്വേഷണം, എന്തിനാണ് പദവി മാറ്റൽ, എന്തിനാണ് ഈ തരത്തിലുള്ള ആരോപണങ്ങൾ അവർക്കെതിരെ ഉന്നയിക്കൽ? ഇതിനൊക്കെ കാര്യം എന്താണ്? ഇല്ല എന്ന് ബോധ്യപ്പെടുത്തുക മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അവരെ ആരും തടസ്സപ്പെടുത്തിയില്ല. അവര് അവിടെ റെയ്ഡ് നടത്തിയിട്ട് തിരിച്ചുപോയി. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, CPM പോലൊരു രാഷ്ട്രീയ പാർട്ടിക്ക് അത്തരമൊരു സംഭവത്തിൽ പ്രതിഷേധിക്കാനുള്ള ജനാധിപത്യ അവകാശമില്ല ഈ നാട്ടിൽ. ഞങ്ങളൊരു പത്രസമ്മേളനം നടത്തുന്നു, ഞങ്ങൾ പ്രതിഷേധിക്കുന്നു, ജനാധിപത്യപരമായൊരു പരാതി ഗവൺമെന്റ് കൊടുക്കുന്നു. അതിനപ്പുറം അതിനുള്ള അവകാശം CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനില്ലേ കേരളത്തിൽ? ഞങ്ങൾ അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ആവശ്യമില്ലാത്ത അനാവശ്യമായ റെയ്ഡ് നടത്തി ഒരു പത്രവാർത്ത സൃഷ്ടിക്കാൻ, ഒരു മീഡിയ ശ്രദ്ധ പിടിച്ചു പറ്റാൻ നടത്തിയ ഒരു നാടകത്തെ സംബന്ധിച്ച് ഞങ്ങളുടെ ആഫീസിൽ അങ്ങനെയുള്ള ക്രിമിനലുകളുടെ താവളമല്ല. ആയിരക്കണക്കിന് ആളുകൾ ദിനംപ്രതി വന്നു പോകുന്ന ആഫീസാണ്. അതിനുള്ള സംവിധാനമൊന്നും അവിടെ ഇല്ല.
അങ്ങനെ അല്ല, ഒരു സ്ഥലത്ത് അതൊക്കെ- ഇങ്ങനെ ഒരു നാടകം അതൊക്കെ പോലീസ് 3 മിനിറ്റ് തീരുമാനിക്കേണ്ട കൊണ്ട് അവർ കാര്യമാണ്. നടത്തി ഒരു ഇനിയിപ്പോ വാർത്തയാക്കുമ്പോൾ വാർത്തയാക്കാനാണെങ്കിൽ ആദ്യം ചാനലുകളുടെ ഓഫീസിൽ ഞാൻ പ്രതിഷേധിക്കാം. CPIM ഓഫീസ് റെയ്ഡ് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് വേണമല്ലോ പോകാൻ. അങ്ങനെ സംവിധാനം ഒന്നും ഇവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമുക്കും അറിയാം, താങ്കൾക്കും അറിയാം, എനിക്കും അറിയാം. ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം, ദയവായി തുടരുക. വേണ്ടല്ലോ അല്ലാതെ തന്നെ ശരി, വാർത്തയാവും. ഞാൻ മടങ്ങിയെത്താം താങ്കളിലേക്ക്, ദയവായി തുടരുക. പക്ഷേ KV തോമസ്, ഇന്ന് മുഖ്യമന്ത്രി പറയുന്നത് രാഷ്ട്രീയ പാർട്ടികൾ ജനാധിപത്യത്തിന്റെ മുന്നോട്ട് പോക്കിന് അനിവാര്യമായ സംവിധാനമാണ്. നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസിൽ സാധാരണഗതിയിൽ പോലീസ് കയറാറില്ല. സ്വതന്ത്രമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക എന്നുള്ളത് ജനാധിപത്യ സംവിധാനത്തിന്റെ ആധാരശിലകളിൽ ഒന്നാണ്. രാഷ്ട്രീയ പ്രവർത്തനത്തെ ഇകഴ്ത്താൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ തരത്തിലുള്ള കാര്യങ്ങളെന്ന് മുഖ്യമന്ത്രി സ്വന്തം ഉദ്യോഗസ്ഥയെ തള്ളി പറയുകയാണ്. ഇവിടെ അങ്ങനെ രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസിൽ കയറി ഹീറോയിസം കാണിക്കുകയാണ് എന്ന വാദത്തിന് പ്രസക്തിയുണ്ടോ? എന്താണ് താങ്കളുടെ കാഴ്ചപ്പാട്? ഏത് ഓഫീസായാലും ഏത് വീടാണെങ്കിലും അവിടെ സാമൂഹ്യ വിരുദ്ധർ കയറിയിരുന്നാൽ, ആയുധങ്ങൾ ഒളിപ്പിച്ചാൽ അവിടെ പോലീസിന് കയറാനുള്ള അധികാരവും അവകാശവുമുണ്ട്. അതല്ലാതെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസിന് പ്രത്യേക സംരക്ഷണമൊന്നുമില്ല. എറണാകുളത്ത് ഞാൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റായിരുന്ന കാലഘട്ടത്തിൽ പലപ്പോഴും ചില സംഘർഷാവസ്ഥയിൽ പോലീസ് ഓഫീസിൽ വന്നിട്ടുണ്ട്, കയറിയിട്ടുണ്ട്. ഞങ്ങൾ പറയും നിങ്ങൾ നോക്കിക്കോളൂ, ഞങ്ങൾക്ക് യാതൊരു വിരോധമില്ല. ആ ഒരു സമീപനം എടുക്കുന്നതിന് പകരം ഭരിക്കുന്നത് CPM ആയതുകൊണ്ട് CPM ഓഫീസിൽ എന്തുമാകാം, ഏത് ഗുണ്ടയെ ഒളിപ്പിക്കാം. മാത്രമല്ല പോലീസ് എന്താ പറഞ്ഞാൽ അവർക്ക് എവിഡൻസ് ഉണ്ട്. ഇപ്പോൾ എവിഡൻസ് ചിലപ്പോൾ ഇപ്പോൾ തുടച്ച് കളയാതിരിക്കാം. അതിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഓഫീസറല്ലേ, അതൊരു യങ് ഓഫീസർ, IPS ഓഫീസർ. അവരുടെ മൊറാലിറ്റി തകരുന്ന പോലീസിൻ്റെ മൊറാലിറ്റി തകരുന്നത്. അത് മുഖ്യമന്ത്രി, ഹോമിൻ്റെ കൂടി ചാർജുള്ള മുഖ്യമന്ത്രി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഒരു പ്രത്യേകതമായ ഒരു സാങ്ക്ടിറ്റി ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഓഫീസിനുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അത് അംഗീകരിക്കാനും പറ്റില്ല. എവിടെ ഇപ്പോൾ ഗുണ്ടകൾ വരുന്നു, ബോംബുകൾ സൂക്ഷിക്കുന്നു. ഇതിപ്പോൾ പലപ്പോഴും സാധാരണ നടക്കുന്നത് രണ്ട് പ്രസ്ഥാനങ്ങളൊന്ന് CPM-ലും മറ്റൊന്ന് RSS ഓഫീസുകളിലുമാണ് ആയുധങ്ങൾ സൂക്ഷിക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ നാളെ പരിശോധിക്കണമെന്ന് പോലീസ് തീരുമാനിച്ചാൽ ഇത് ഗവൺമെൻറ്റിനെ അറിയിച്ച്, പ്രത്യേകിച്ച് ഇപ്പോൾ ഭരിക്കുന്ന CPM-ൻ്റെ ഗവൺമെൻറ്റാണ്, അവരെ അറിയിച്ചതിന് ശേഷം ഇത് അന്വേഷിക്കാൻ പറ്റൂ. അപ്പോൾ നിയമസമാധാനം പാലിക്കണമെന്ന ആത്മാർത്ഥതയുണ്ടെങ്കിൽ നിയമസമാധാനം എവിടെയാണോ ലംഘിക്കപ്പെടുന്നത് അവിടെ പോലീസിന് നിർഭയം കയറാൻ ഉള്ള അവകാശമുണ്ടാകും. ശരി, അതാണ് താങ്കളുടെ പൊസിഷൻ. ഞാൻ വരാം. ശ്രീ CR നീലകണ്ഠൻ, ഇത് കേവലം ഒരു പാർട്ടി ഓഫീസ് റെയ്ഡ് മാത്രമല്ല. ആദ്യം മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ ഒരു സംഭവം ഉണ്ടാകുന്നു. അവിടെ പോക്സോ കേസ് ചുമത്തപ്പെട്ട 2 പ്രതികളെ കാണണം എന്നാവശ്യപ്പെട്ട് ചില DYFI നേതാക്കൾ വന്നത് മുതൽ പ്രശ്നമുണ്ടാകുന്നു. ഒടുവിൽ അത് പോലീസ് സ്റ്റേഷന് നേരെ കല്ലെറിയുന്ന അവസ്ഥ ഉണ്ടാകുന്നു. ഈ പോലീസ് സ്റ്റേഷന് കല്ലെറിഞ്ഞ പ്രതികൾ ഇന്ന സ്ഥലത്തുണ്ട് എന്ന വിവരം ലഭിച്ച് പോലീസ് അവിടെ എത്തുമ്പോഴാണ് ബാക്കിയുള്ള ഈ കാര്യങ്ങളൊക്കെ അരങ്ങേറുന്നത്. അപ്പോൾ അധികാര പ്രമത്തത എന്നുള്ളത് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. ഭരിക്കുന്ന പാർട്ടിയുടെ പ്രവർത്തകരും നേതാക്കളും ഞങ്ങൾ ലോ എൻഫോഴ്സിംഗ് ഏജൻസിയേക്കാൾ മുകളിലാണ് എന്ന മട്ടിൽ പെരുമാറുന്നതാണോ ഇതിൻ്റെ അടിസ്ഥാന പ്രശ്നം? ഞാനിപ്പോൾ നേരത്തെ മധു പറഞ്ഞൊരു കാര്യം, പാർട്ടിക്ക് പ്രതിഷേധിക്കാൻ അവകാശമില്ലേ എന്ന കാര്യത്തിൽ തുടങ്ങാം. പാർട്ടിക്ക് പ്രതിഷേധിക്കാൻ അവകാശമുണ്ട്, പക്ഷേ മുഖ്യമന്ത്രിക്ക് പ്രതിഷേധിക്കാൻ അവകാശമില്ല. ആഭ്യന്തര വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി കേരളത്തിൻ്റെ നിയമസഭയിൽ ഇന്ന് പറഞ്ഞത് തീർത്തും നിയമവിരുദ്ധമായ ഒരു അസത്യമാണ്. കാരണം ആ റിപ്പോർട്ട്, മനോജ് എബ്രഹാമിൻ്റെ റിപ്പോർട്ട് ഇപ്പോൾ കിട്ടിയത് ശരിയാണെങ്കിൽ നിയമവിരുദ്ധമായൊരു പ്രവർത്തനവും അവിടെ നടന്നിട്ടില്ല. നിയമവിരുദ്ധമായ പ്രവർത്തനം നടന്നിട്ടില്ലെങ്കിൽ നിയമപരമായി ഏത് ഓഫീസിലും ഏത് ക്ഷേത്രത്തിലും ഏത് പള്ളിയിലും പോലീസിന് കയറാം, സ്കൂളിലും ഒക്കെ കയറാം. കാരണം എന്താ, ഒരു ക്രിമിനൽ കേസിലെ പ്രതി അവിടെ ഉണ്ട് എന്ന് സംശയിച്ചാൽ അവർ വീട്ടിൽ കയറൂലേ? നേരത്തെ തോമസ് മാഷ് പറഞ്ഞ ഒരു പ്രധാന കാര്യമുണ്ട്. കണ്ണൂരിലും പല സ്ഥലങ്ങളിലും അക്രമം നടക്കുന്ന സ്ഥലങ്ങളിൽ ആയുധശേഖരമുണ്ട് എന്ന് കണ്ട് പലപ്പോഴും കയറിയിട്ടുണ്ട്. എനിക്ക് ഈ എറണാകുളത്തെ കളവശ്ശേരിയിൽ അറിയാലോ, തോമസ് മാഷക്ക് അറിയാലോ. ഇവിടെ ഒരു പാർട്ടി ഓഫീസിൽ ഒരു ക്രിമിനൽ കേസിലെ പ്രതി കയറിയിരുന്നിട്ട് അതിന് ചുറ്റും നാട്ടുകാർ കൂടി പോലീസ് പുറത്ത് നോക്കി നിന്ന് തിരിച്ചു പോയിട്ടുണ്ട്. CPM-ൻ്റെ ഓഫീസിൽ. ഞാൻ പേരിപ്പോൾ പറയുന്നില്ല, തോമസ് മാഷക്കും ഒരുപക്ഷെ അഭിലാഷും കേട്ടിട്ടുണ്ടോ. അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ. എല്ലാവർക്കും അറിയാം ആ പ്രതി അവിടെ ഉണ്ടെന്ന്, എല്ലാവരും കണ്ടിട്ടുണ്ട്, ആരൊക്കെ ഫോട്ടോ എടുക്കുകയൊക്കെ. ഞാൻ പറഞ്ഞു വന്നത്, ഒരു പാർട്ടിയും നിയമത്തിന് അതീതരല്ല. രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു വലിയ മഹത്വം നമ്മളിതിൽ കൊടുക്കേണ്ടതില്ല. മാത്രമല്ല, ക്രിമിനൽ കേസുകളിൽ, രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ക്രിമിനൽ കേസുകളിൽ ഏർപ്പെടുന്ന ആളുകൾ ഉണ്ട് എന്ന് കൃത്യമായി പല രാഷ്ട്രീയ പാർട്ടിയുടെയും നേതാക്കന്മാർ അല്ലെങ്കിൽ പ്രവർത്തകർ ക്രിമിനൽ കേസുകളിൽ, നിരവധി ക്രിമിനൽ കേസുകളിൽ, അത് സമരം ചെയ്ത കേസൊന്നുമല്ല, ആളെ കൊന്ന കേസ്, ആക്രമിച്ച കേസ്, കൈവെട്ടിയ കേസ്, 51 വെട്ടിൻ്റെ കേസ്, ഇങ്ങനെ പല കേസുകളിലും പല രാഷ്ട്രീയ നേതാക്കളും പ്രതിയായിട്ടുണ്ട്.
റോഡ് തടഞ്ഞതല്ല. അങ്ങനെ വരുമ്പോൾ ഇതിവിടെ പ്രത്യേകിച്ചും ഒരു വളരെ ക്ലിയർ ആയിട്ടൊരു ക്രിമിനൽ കേസാണ്. പോലീസ് സ്റ്റേഷന് നേരെ കല്ലെറിഞ്ഞ കേസ്, അതും ഒരു പ്രതിയെ കാണാൻ അതുമായി ബന്ധപ്പെട്ട് പോക്സോ കേസുമായി ബന്ധപ്പെട്ട് അങ്ങനെ വരുമ്പോൾ പോലീസിന് ചോദിക്കാൻ, ഇവിടെ പോലീസ് വേറെ ഒന്നും ചെയ്തില്ലല്ലോ, 3.5 മിനിറ്റ് എന്നൊന്നുള്ളൂ, ചോദിച്ചു, ഇവിടെ ആളില്ല, അവർ നോക്കണം, അവർക്ക് തിരിച്ചു പോന്നു. ഇതിപ്പോൾ നാളെ നമ്മുടെ വീട്ടിലും വരാറുണ്ടല്ലോ പോലീസ്. നേരെ മറിച്ച് അവിടെ വന്ന് അടിച്ച് തകർത്ത് അവരെ വിരട്ടി ചെയ്തു എന്നാണ്. പിന്നെ ഇനി അദ്ദേഹം പറഞ്ഞത് തെളിവ്. പോലീസ് സംശയത്തിൻ്റെ പേരിൽ തന്നെ എല്ലാ സ്ഥലത്തും പോവുക, ഉറപ്പുള്ള സ്ഥലത്ത് മാത്രം പോയാൽ മതിയോ? ഇപ്പം നാളെ എൻ്റെ വീട്ടിൽ വന്നൊരു സെർച്ച് നടത്തി, എൻ്റെ വീട്ടിൽ നിന്നൊന്നും കിട്ടിയില്ല, എൻ്റെ കുറ്റമില്ല. സെർച്ച് നടത്തുന്നത് അവരുടെ അവകാശമാണ്. അതിന് മുഖ്യമന്ത്രി, ഞാൻ വാനാവൂർ നാഗപ്പനോ അല്ലെങ്കിൽ ശിവൻകുട്ടിയോ അല്ലെങ്കിൽ കോടിയേരി ബാലകൃഷ്ണനോ പറഞ്ഞതിൽ എനിക്കൊരു വിരോധമില്ല, കാരണം അവർക്കത് പറയാം. പക്ഷേ രാജ്യം ഭരിക്കുന്ന മുഖ്യമന്ത്രി അസംബ്ലിയിൽ അങ്ങനെ പറയാൻ പാടില്ല. മോഡി ഇവിടെ വന്ന് ഇന്നലെ പറഞ്ഞതിന് തുല്യമാണത്. ശരി, അതാണ് ഞാൻ പറയുന്നത്. ഇവിടെ ശബരിമലയിൽ സ്ത്രീകളെ കയറ്റാൻ സഹായിച്ചത് സാംസ്കാരിക ലംഘനമാണ് എന്ന് പറഞ്ഞ മോഡിയുടെ പ്രസ്താവനയുമായി ഞാൻ അതിനെ ചേർത്ത് വായിക്കുന്നു. കാരണം അധികാരമുള്ളവർ നിയമം ലംഘിക്കുന്നതിനെ കുറിച്ച് പറയാൻ പാടില്ല. ശരി. ഷെൻ ഷംസുദ്ദീൻ MLA, രാഷ്ട്രീയ പാർട്ടി ഓഫീസുകളുടെ സുതാര്യത, രാഷ്ട്രീയ പ്രവർത്തന സ്വാതന്ത്ര്യം, രാഷ്ട്രീയ പ്രവർത്തകരുടെ അന്തസ്സോടെയുള്ള പ്രവർത്തനം, ഇതൊക്കെയാണ് മുഖ്യമന്ത്രി ഈ വിഷയം നിയമസഭയിൽ ഉന്നയിച്ചപ്പോൾ ചൂണ്ടിക്കാണിച്ചത്. പൊതുപ്രവർത്തനത്തെ അംഗീകരിക്കാനും ബഹുമാനിക്കാനും കഴിയുക എന്നുള്ളതാണ് ജനാധിപത്യ സമൂഹത്തിൻ്റെ ആധാരശില എന്നൊക്കെ അദ്ദേഹം വിശദീകരിക്കുന്നുമുണ്ട്. ഇതങ്ങനെ പൊതുപ്രവർത്തകരെ ഇകഴ്ത്താനുള്ള, പാർട്ടി ഓഫീസിൽ കയറി ഹീറോയിസം കാണിക്കാനുള്ള ഒരു പരിപാടിയായിട്ട് താങ്കൾക്ക് തോന്നിയോ? ഇല്ലല്ലോ. ഇത് മുഖ്യമന്ത്രി ഇന്ന് ഈ വിഷയത്തിൽ CPM-ഉം കേരള ഭരണവും ചെന്നുപെട്ടിട്ടുള്ള ഒരു വലിയ പ്രതിസന്ധിയെ ജനാധിപത്യത്തിൻ്റെയും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെയും ഒക്കെ പ്രവർത്തന രീതിയും മറ്റും പറഞ്ഞ് രക്ഷപ്പെടാൻ നടത്തിയ ഒരു പാഴ്വേലയാണ്. സത്യത്തിൽ ഇവിടെ ജനാധിപത്യം അംഗീകരിച്ച് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസിലൊന്നും അങ്ങനെ വെറുതെ പോലീസ് അതിക്രമം നടക്കുന്നില്ലല്ലോ. ഈ വിഷയം കൃത്യമായി നമ്മൾ പരിശോധിച്ചാൽ വളരെ വ്യക്തമാണ്. പ്രതികളെ, അതും പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച പ്രതികളെയാണ് ഇവിടെ നമ്മൾ കാണേണ്ടത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രി ആയിട്ടുള്ള ഈ സംസ്ഥാനത്ത്, ഇടതുപക്ഷം ഭരിക്കുന്ന സംസ്ഥാനത്ത് പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുന്നത് CPM പ്രവർത്തകന്മാരാണ്, DYFIയുടെ പ്രവർത്തകന്മാരാണ്. അതും എന്തിന്? പോക്സോ കേസിൽ പ്രതിയായിട്ടുള്ള 2 തങ്ങളുടെ പ്രവർത്തകന്മാരെ കാണിച്ചു തരണമെന്ന ആവശ്യം പോലീസ് അംഗീകരിക്കാത്തത് കൊണ്ട്. അപ്പൊ ഭരണം കയ്യിലെടുക്കുകയാണ്. ഇത് CPM ഭരിക്കുന്ന എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളൊരു സംഭവമാണ്. ഇപ്പൊ ഈ കുറച്ചു മുമ്പല്ലേ ഇവിടെ 2 പോലീസുകാരെ SFIക്കാർ പരസ്യമായിട്ട് അടിച്ച് പിന്നെ വളരെ ക്രൂരമായി അവരെ പരിക്കേൽപ്പിച്ചത്. അതുപോലെ ഈ ഭരണത്തിലും അങ്ങനെ ഒട്ടനവധി സംഭവങ്ങൾ കാണാൻ കഴിയും. തുലവും കുറവാണ്, അതും പറയാം. കഴിഞ്ഞ കാലങ്ങളിൽ സത്യത്തിൽ വല്ലാതെ ഇത് കയ്യിലെടുത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പ്രതികളെ ഇറക്കിക്കൊണ്ടുപോലും ഒക്കെ നടത്തിയവരാണ് ഇവർ. അപ്പൊ അതിന്റെ ആ രൂപത്തിലുള്ള ഒരു പ്രവർത്തനത്തെ വളരെ തന്റേടത്തോടുകൂടി ചെറുപ്പക്കാരിയായ ഒരു IPS ഓഫീസർ നേരിട്ടു എന്നുള്ളതാണ് ഇവർക്ക് ഇന്ന് സഹിക്കാൻ കഴിയാത്തത്. വലിയ സ്ത്രീ വിമോചനം പറയുകയും സ്ത്രീ ശാക്തീകരണം പറയുകയും ചെയ്യാണ്. ഇപ്പൊ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വന്നൊരു ട്രോളുണ്ട്. സ്ത്രീകൾ ശബരിമലയിൽ കയറിയ നവോത്ഥാനം, സ്ത്രീ പാർട്ടി ഓഫീസിൽ കയറിയ സ്ഥാനചലനം എന്നിടത്തേക്കാണ്. അത് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ കുട്ടികൾ ട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിടത്തേക്കല്ലേ ഇപ്പൊ കാര്യങ്ങൾ പോയത്? എന്തിനാ DCP ചുമതലയിൽ നിന്ന് മാറ്റിയത്? എന്തിനാ അവർക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചത്? വകുപ്പ് തല അന്വേഷണത്തിൽ മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയ IG പോലും ഒന്നും പറയാൻ കഴിഞ്ഞില്ല. ക്രമവിരുദ്ധമായി അവരൊന്നും ചെയ്തിട്ടില്ല എന്നാണ് IG മനോജ് എബ്രഹാമിന്റെ റിപ്പോർട്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ ഇവിടെ ജനാധിപത്യമൊന്നും തകരാറായിട്ടില്ല. മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകന്മാർ അധികാരം കയ്യിലെടുക്കുന്നതാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഒരു SP തന്റെ ഇടത്തോടുകൂടി ഇങ്ങനെ പ്രവർത്തിച്ചത്. അവരെ ഒറ്റപ്പെടുത്താനും ശിക്ഷിക്കാനുമുള്ള നടപടി ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. ശരി, ഞാൻ മടങ്ങിയെത്താം. ശ്രീ VK മധു, ഇവിടെ ചൂണ്ടിക്കാണിച്ചവയൊക്കെയാണ് പ്രശ്നങ്ങൾ. ഒന്ന്, ഇടതുപക്ഷം ഭരണപക്ഷമാണ്. രാഷ്ട്രീയ പാർട്ടികൾക്ക് പരാതിപ്പെടാനുള്ള അവകാശമുണ്ട്. നിങ്ങൾ ഭരിക്കുന്ന സവിശേഷമായ ഒരു ഘട്ടം കൂടിയാണ് ഇത് എന്നോർക്കണം. ആരോപിതമായിരിക്കുന്ന കുറ്റം പോലീസ് സ്റ്റേഷൻ ആക്രമണമാണ്. പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുക എന്നുള്ളത് വളരെ ഗുരുതരമായ കുറ്റകൃത്യമാണ്. അങ്ങനെ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച പ്രതികളെ രാത്രിയിൽ പോലീസ് തിരയുകയായിരുന്നു. അവർ പലയിടത്തും സെർച്ച് നടത്തിയിട്ടുണ്ട്. അതിനിടയിൽ കിട്ടിയ ഒരു വിവരം
DC ഓഫീസിൽ പ്രതികളുണ്ട് എന്ന് പോലീസിന് വിവരം കിട്ടി. അതനുസരിച്ചാണ് അവർ പരിശോധനയ്ക്ക് വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ DC ഓഫീസിൽ പ്രതികളില്ല എന്ന് തന്നെ വെക്കുക, പക്ഷേ പോലീസിന് കിട്ടിയ ഒരു ഇൻപുട്ടിന്റെ അടിസ്ഥാനത്തിൽ അവിടെ തെരച്ചിൽ നടത്തുന്നതിന് യാതൊരു തടസ്സവുമില്ല നിയമപരമായി. ഇവിടെ പോലീസ് സംഘം ഏതെങ്കിലും തരത്തിൽ നിയമപരമല്ലാതെ പ്രവർത്തിച്ചു എന്ന് കണ്ടെത്താനായിട്ടുമില്ല ആർക്കും. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ പിന്നെ ആ DCPയെ ആക്ഷേപിക്കുന്നത്, പിന്നെ ആ DCPയെ ടാർഗറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഏത് തരത്തിൽ ന്യായീകരിക്കാൻ കഴിയും? മധു അങ്ങയോടാണ്. 2-3 കാര്യങ്ങൾ വളരെ പ്രധാനമായിട്ട് കാണേണ്ടതാണ്. ഒന്ന്, മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായി എന്ന് പറയുന്ന സംഭവം പോക്സോ കേസുമായി ചേർത്ത് വെച്ച് ഒരു വലിയ സംഭവം എന്ന രൂപത്തിൽ വ്യാഖ്യാനിക്കുകയാണ് ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 184 എന്ന് പറയുന്ന ക്രൈം 184 എന്ന് പറയുന്ന കേസ് യഥാർത്ഥത്തിൽ ശരിക്കൊന്ന് പഠിച്ചു നോക്കണം. അവിടെ ഒരു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടിയെ മറ്റൊരാൾ ജാതി പറഞ്ഞ് ആക്ഷേപിച്ചു എന്നുള്ളതാണ് കേസ്, അല്ലാതെ വേറൊരു കേസല്ല. തീർച്ചയായിട്ടും അത് അട്രോസിറ്റി വരേണ്ടതാണ്, അട്രോസിറ്റി വകുപ്പ് അനുസരിച്ച് കേസ് വരേണ്ടതാണ്. പക്ഷേ പോക്സോ കേസാണ് എടുത്തിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് നടക്കുന്നത് ഈ സംഭവം നടക്കുന്നതിന്റെ തലേ ദിവസമാണ്. തലേ ദിവസം ആ സംഭവം നടന്നു, പ്രതിയെ അറസ്റ്റ് ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ കോടതിയിൽ ഹാജരാക്കാനുള്ള നടപടികളെല്ലാം പൂർത്തിയാവുന്ന ഘട്ടത്തിലാണ് ഈ മറ്റു ചില കേസുകൾ സംസാരിക്കുന്നതിന് വേണ്ടി മെഡിക്കൽ കോളേജിലെ ഡിവൈഎഫ്ഐ എന്ന് വെച്ചാൽ അറിയപ്പെടുന്ന ഒരു പൊതുപ്രവർത്തകനാണ്, ഡിവൈഎഫ്ഐ ഏരിയ സെക്രട്ടറിയാണ് നിതിൻ. അയാള് പോലീസ് സ്റ്റേഷനിൽ SI പറയുന്നതനുസരിച്ച് ചെല്ലുന്നത് അവിടെ പാറാവിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അവരെ കടത്തിവിടാത്തതുമായി ബന്ധപ്പെട്ട് വന്ന തർക്കമാണ് ചില വാക്കറ്റത്തിലേക്ക് വന്നത്. പോലീസ് സ്റ്റേഷൻ അടിച്ചു തകർത്തു, ബലം പ്രയോഗിച്ചു എന്നൊക്കെ പറയുന്നത് നമുക്ക് എങ്ങനെ വേണം വ്യാഖ്യാനിക്കാം. പക്ഷേ പോലീസിന്റെ FIR ഉണ്ട്. 2000 രൂപയുടെ നാശനഷ്ടമാണ് അവിടെ ഉണ്ടായതായിട്ട് പോലീസ് റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. 2000 രൂപയുടെ നാശനഷ്ടം ഉണ്ടായാലും പോലീസ് സ്റ്റേഷന് കല്ലെറിയുന്നത് നിയമവിരുദ്ധമാണ്, അതിലൊന്നും തർക്കമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ എന്തോ ഒരു ഭീകരമായ സംഭവം മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ നടന്നു. അതിലെ പ്രതികളെ ഏതോ ഭീകരന്മാർ CPMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഒളിച്ചിരുന്നു എന്ന മട്ടിലാണ് പ്രചരണം നടക്കുന്നത്. ഒരു കാര്യം. 2, ബഹുമാന്യനായ KV തോമസ് അദ്ദേഹം പരിണതപ്രജ്ഞനായ ഒരു രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹം പറഞ്ഞത് BJPയുടെയും CPMന്റെ ഓഫീസിൽ മാത്രമാണ്, ഓഫീസുകളെല്ലാം ഗൂണ്ടകളുടെ താവളമാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന് അതെങ്ങനെ പറയാൻ സാധിച്ചു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകർ പ്രതികളായിട്ടുള്ള ഒരുപാട് കേസുകൾ കേരളത്തിൽ പല ഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ ചെന്ന് MLA മാരായിരിക്കുന്നവർ, കേരളത്തിലെ അറിയപ്പെടുന്ന കോൺഗ്രസിന്റെ നേതാക്കന്മാർ പരസ്യമായിട്ട് SIയെയും മറ്റുള്ളവരെയും തെറിവിളിക്കുകയും ബലാത്കാരമായിട്ട് പ്രതികളെ പിടിച്ചിറക്കുകയും കൊണ്ട് പോവുകയും ചെയ്യുന്ന സംഭവങ്ങൾ ദൃശ്യമാധ്യമങ്ങളിലൂടെ എത്രയോ നമ്മൾ കണ്ടതാണ്. മലപ്പുറം ജില്ലയിൽ പല പോലീസ് സ്റ്റേഷനുകളും യൂത്ത് ലീഗും മൂത്ത ലീഗും എല്ലാം വല്ലാതെ കയറിയിട്ട് ആക്രമണം നടത്തുന്ന സംഭവങ്ങൾ സീനുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ. കോൺഗ്രസ്സുകാരുണ്ട്, എനിക്ക് അക്കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ ഇവിടെ ഉണ്ടായിട്ടുള്ള കാര്യത്തെ ഇതൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാൻ കഴിയുമോ? ഒന്ന് ഞാൻ പറയുന്നു, ആവർത്തിച്ച് പറയുന്നു, എത്ര രൂപയുടെ നഷ്ടം എന്നുള്ളതല്ല. പോലീസ് സ്റ്റേഷന് കല്ലേറുണ്ടാവുന്നു. ആ കേസ് പോക്സോ നിയമപ്രകാരം ചുമത്തപ്പെട്ട കേസാണ്. ശരിയാണ് താങ്കൾ പറഞ്ഞതുപോലെ ഒരു പെൺകുട്ടിയെ പുറകെ നടന്ന് ശല്യപ്പെടുത്തുക എന്നുള്ളതാണ്. ലൈംഗിക അതിക്രമത്തെ നമുക്ക് പലതരത്തിൽ ഡിഫൈൻ ചെയ്യാം. പക്ഷേ അത് അവരെ കായികമായി കീഴ്പ്പെടുത്തിയില്ല എന്നുള്ളത് കൊണ്ട് ലൈംഗിക അതിക്രമം ആകില്ല എന്നില്ല. പോലീസിന് ബോധ്യമുള്ളത് കൊണ്ടാണല്ലോ അവിടെ പോക്സോ ഇട്ടത്. ആ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് അതിന്റെ നടപടികൾ സ്വീകരിക്കട്ടെ. അവിടെ ഡിവൈഎഫ്ഐക്കാർക്ക് എന്താണ് കാര്യം? ഇനിയിപ്പോൾ ഡിവൈഎഫ്ഐ നേതാവ് കാര്യം അന്വേഷിക്കാൻ ചെന്നു എന്ന് തന്നെ വെക്കുക. അവിടെ പോലീസിനെ കൊണ്ട് നിങ്ങളുടെ ഇഷ്ടം സാധിച്ചില്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ തകർക്കുമെന്നുള്ള മട്ടിൽ ആക്രമണം നടത്തുക, ആ ആക്രമികൾ ഒളിവിൽ പോവുക, ആ ആക്രമികളെ സംരക്ഷിക്കുന്ന അവസ്ഥയിൽ പോലീസിന് പലയിടത്തും സെർച്ച് നടത്തേണ്ടി വരിക, ഇതൊക്കെ എങ്ങനെയാണ് ഒരു ഭരണകക്ഷി ഈ നിലയ്ക്ക് കാര്യങ്ങളെ അവതരിപ്പിക്കാൻ കഴിയുക എന്നുള്ളത് അതിശയകരമാണ്. CPM ഇക്കാര്യത്തിൽ അങ്ങേയറ്റത്തെ സമചിത്തതയോടുകൂടിയാണ് പെരുമാറിയത്. അഭിലാഷ്, നിങ്ങൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ അധികാര പ്രമത്തതയൊന്നും CPMനെ ബാധിച്ചിട്ടില്ല, CPM കാണിച്ചിട്ടുമില്ല. പക്ഷേ ബഹുമാനായ CR നീലകണ്ഠനൊക്കെ പറയുന്നത് 51 വെട്ടിന്റെയൊക്കെ കാര്യം ഇപ്പോൾ പറയുന്നതൊക്കെ ഒരു വല്ലാത്ത വിചിത്രമായിട്ടുള്ള വാദഗതികളാണ്. ഞാൻ പറയട്ടെ, നിലമ്പൂരിലെ കോൺഗ്രസ് ഓഫീസിനകത്ത് അവിടുത്തെ തൂപ്പുകാരിയായ ഒരു സ്ത്രീയെ ചവിട്ടിക്കൂട്ടി ചാക്കിനകത്താക്കി കുഴിച്ചിട്ട സംഭവം കേരളത്തിൽ ഉണ്ടായതാണ്. കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസിലും ഉണ്ടായിട്ടില്ല.
ഞാൻ പറഞ്ഞ അത്തരം സംഭവങ്ങൾ ഇപ്പോൾ അവിടെ ഈ പറയുന്ന DCP അവര് എന്തോ അവർക്ക് സ്ഥാനചലനം എന്നാണ് പറഞ്ഞത്. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധയോടുകൂടി കേൾക്കുമോ? ഈ ജനുവരി മാസം 1-ാം തീയതിയാണ് അവർക്ക് DCP ആയിട്ട് സ്ഥാനക്കയറ്റം ലഭിക്കുന്നത്. അവർ തിരുവനന്തപുരത്ത് വനിതാ കമ്മീഷൻ സെല്ലിലെ SP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥയാണ്. തിരുവനന്തപുരം DCP ശബരിമല ഡ്യൂട്ടിക്ക് പോയത് കൊണ്ട് കേവലം 17 ദിവസത്തേക്ക് ചാർജ് കൈമാറിയിട്ടുള്ള ഉദ്യോഗസ്ഥയാണ് ഈ പറയുന്ന DCP. അവര് 17 ദിവസം കഴിഞ്ഞാൽ ഈ പഴയ ലാവണത്തിലേക്ക് മടങ്ങിപ്പോകേണ്ട ആളാണ്. പ്രത്യേകം സ്ഥാനക്കയറ്റമൊന്നും സ്ഥാനചലനമൊന്നും അവർക്ക് സംഭവിച്ചിട്ടില്ല. അവർ വനിതാ കമ്മീഷനിലേക്ക് തന്നെ തിരിച്ചു പോകേണ്ട ഓഫീസറാണ് അവര്. തീർച്ചയായിട്ടും ഇപ്പോ ഈ DCP തിരിച്ചു വന്നാൽ അവർ ഈ സ്ഥാനം ഒഴിയേണ്ടവരാണ്. ശബരിമല ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അദ്ദേഹം തിരിച്ചു വന്നിട്ടുണ്ട്. അതിനിടയിൽ വന്ന ഒരു ചാർജ് മാത്രമാണ്. രണ്ടാമത്തെ പ്രശ്നം, ഈ കേസിന്റെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ DCP അല്ല, അത് മെഡിക്കൽ കോളേജ് CA ആണ്. മെഡിക്കൽ കോളേജ് CA ആ കേസിനെ സംബന്ധിച്ചിടത്തോളം മെഡിക്കൽ കോളേജ് CAയുടെ സാന്നിധ്യത്തിലായിരുന്നു ഈ പരിശോധന. മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ അന്വേഷണ സംഘത്തിൽപ്പെട്ട ആളുകൾ ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ടാണല്ലോ ADGPക്ക് നിയമപരമായി യാതൊരു തരത്തിലുള്ള തകരാറും ഈ പരിശോധനയിൽ ഇല്ല എന്ന് പറയേണ്ടി വന്നിട്ടുള്ളത്. ശ്രീ മധു, ഇക്കാര്യത്തിൽ ഞാൻ ആവർത്തിച്ചു പറയുന്നു, അവിടെ പോലീസ് ചെയ്യരുതാത്ത എന്ത് കാര്യമാണ് ചെയ്തത്? മുഖ്യമന്ത്രി തന്നെ നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസിൽ സാധാരണഗതിയിൽ പോലീസ് കയറാറില്ല എന്നുള്ളതാണ് നോം എന്ന് പറയുന്നത്. താങ്കൾ തന്നെ നിലമ്പൂരിലെ കൊലപാതകത്തിന്റെ കാര്യം ചൂണ്ടിക്കാണിക്കുന്നു. പാർട്ടി ഓഫീസുകൾ അങ്ങനെ പവിത്രമായ ഇടങ്ങളോ പോലീസുകാർ ഒരിക്കലും കയറാൻ പാടില്ലാത്ത ഇടങ്ങളോ ആണോ? ഇവിടെ പ്രശ്നം അവിടെയാണല്ലോ. പോലീസിന് ഒരു ഇൻഫർമേഷൻ കിട്ടി, അവർ പരിശോധിച്ചു. ആ ഒരു കാര്യത്തെ എന്തിനാണ് ഇത്ര വൈകാരികമായി CPIM പോലൊരു പാർട്ടി പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത്? എന്തിനാണ് ആ ഉദ്യോഗസ്ഥക്കെതിരെ തിരിയുന്നത്? എന്തിനാണ് CPIMന്റെ സംസ്ഥാന സെക്രട്ടറി പോലും ആ ഉദ്യോഗസ്ഥയെ വിമർശിക്കുന്നത്? എന്തിനാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ അവരെ തള്ളിപ്പറയുന്നത്? ഇതൊക്കെയാണ് നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം. ഒരു ഉദ്യോഗസ്ഥ അവരുടെ കർത്തവ്യം ചെയ്താൽ ഈ നിലയ്ക്കൊക്കെ ക്രൂശിക്കപ്പെടുമെങ്കിൽ എങ്ങനെയാണ് പോലീസുകാർക്ക് ഇവിടെ ആത്മവീര്യത്തോടു കൂടി പ്രവർത്തിക്കാൻ കഴിയുക? അല്ല, ഞാൻ പറഞ്ഞല്ലോ, അവര് CPMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വന്നു, പരിശോധന നടത്തി, മടങ്ങിപ്പോയി. ആരും അവരെ തടഞ്ഞില്ല. വേണമെങ്കിൽ CPMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസ് ഗൂണ്ടകളുടെ താവളമാണെങ്കിൽ അവരെ തടയാൻ പറ്റൂലേ? ഒരു 5 മിനിറ്റ് നേരം കൊണ്ട് പറ്റില്ലേ? പക്ഷേ CPMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസ് അടക്കം കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസും ഒരു സ്ഥാപനവും നിയമത്തിന് അതീതമല്ല എന്ന ജനാധിപത്യപരമായ കാഴ്ചപ്പാട് വെച്ചു പുലർത്തുന്ന പ്രസ്ഥാനം തന്നെയാണ് CPM. ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസും പോലീസിന് ആവശ്യഘട്ടങ്ങളിൽ പരിശോധിക്കാം എന്നുള്ളതാണ് എന്റെ ഈ പക്ഷം. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ DCPക്കെതിരെ ഹാലിളക്കം? എന്തിനാണ് ഈ DCPക്കെതിരെ ഹാലിളക്കം? താങ്കൾ പറഞ്ഞ പോയിന്റിനോട് ഞാൻ യോജിക്കുന്നു. പ്രശ്നം അതല്ല. ഞാൻ പറയട്ടെ, പ്രശ്നം അതല്ല. അനാവശ്യമായി ഇല്ലാത്തൊരു കാര്യത്തിന്റെ പേരിൽ CPMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഒരു റെയ്ഡ് നാടകം നടത്തിയൊരു വാർത്താ പ്രാധാന്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി നടത്തിയ ശ്രമമാണ്. അതൊരു നാടകമാണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് വാർത്ത വരും എന്ന് കരുതി പോലീസുകാർക്ക് അവരുടെ കർത്തവ്യം ചെയ്യാതിരിക്കണം എന്നുള്ളത് നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ലല്ലോ. CPMന്റെ ഓഫീസിൽ കയറി ചിലപ്പോൾ വാർത്ത വരുമായിരിക്കും. നിയമസഭാ സമ്മേളനം തുടങ്ങുന്നുണ്ട്, പത്രത്തിൽ വാർത്ത വരും, ചാനലിൽ ഫ്ലാഷ് വരും എന്നൊക്കെ കരുതി ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അയാളുടെ കർത്തവ്യം ചെയ്യാതിരിക്കണമെന്നാണോ പറയുന്നത്? അത്തരത്തിലുള്ള പരിഗണനകൾക്കൊക്കെ ഏതെങ്കിലും തരത്തിൽ വഴങ്ങേണ്ടവരാണോ പോലീസ് ഉദ്യോഗസ്ഥർ? അവർ നീതിബോധത്തോടു കൂടി പ്രവർത്തിക്കേണ്ടവരാണ്. നീതിബോധത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരെ എന്തിന് ഭരണകൂടമടക്കം വേട്ടയാടുന്നു എന്നുള്ളതാണ് ഇന്ന് നമ്മുടെ മുമ്പിലുള്ള വിഷയം. ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം. ശ്രീ KV തോമസ്, ഇവിടെ ഉയരാൻ സാധ്യതയുള്ള ഒരു വാദം പോലീസുകാർ ഹീറോയിസം കാണിക്കുന്നു എന്നുള്ളതാണ്. അവർക്ക് കയ്യടി കിട്ടാൻ വേണ്ടിയുള്ള പ്രവർത്തികൾ ചെയ്യുന്നു എന്നുള്ളതാണ്. ശബരിമല ഡ്യൂട്ടിക്ക് പോയ പോലീസുകാരെ കുറിച്ച് അങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിച്ചത് കേന്ദ്രം ഭരിച്ച പാർട്ടിയാണ്. കേന്ദ്രമന്ത്രിമാരോട് പോലും അപമര്യാദയായി പെരുമാറുന്നു. യതീഷ് ചന്ദ്ര IPSനെ പേരെടുത്ത് ടാർഗറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങളുണ്ടായി. ഇന്നിപ്പോൾ 1-2 വളരെ ശക്തമായി സ്റ്റേണായി നിലപാടെടുത്തിട്ടുള്ള ചൈത്ര ജോൺ എന്ന IPS ഉദ്യോഗസ്ഥയെ എന്ന DCPയെ ഇപ്പോൾ കേരളം ഭരിക്കുന്ന പാർട്ടിയും ടാർഗറ്റ് ചെയ്യുകയാണ്. ഇത് ഏത് തലത്തിലെടുക്കേണ്ടതാണ്? ഒന്നുകിൽ ഇത് പോലീസുകാരുടെ അമിതമായ കയ്യടിക്ക് വേണ്ടിയുള്ള ഹീറോയിസം ആകാം, അതല്ലെങ്കിൽ സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ ഭരണകൂടങ്ങൾ തന്നെ കൈകാര്യം ചെയ്യുന്നതാവാം. ശ്രീ KV തോമസ് MP, താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഒരു ചെറുപ്പക്കാരിയായ
IPS ഉദ്യോഗസ്ഥ, വളർന്നു വരുന്നൊരു IPS ഉദ്യോഗസ്ഥ സ്വാഭാവികമായും ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ പാർട്ടിയിൽ ഓഫീസിൽ അവർ കയറാൻ ഞാൻ പറഞ്ഞു വന്നത് ഒരു ചെറുപ്പക്കാരിയായ IPS ഉദ്യോഗസ്ഥ നാളെ ഭാവിയുള്ളവരാണ്. അപ്പോൾ സ്വാഭാവികമായും ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ പാർട്ടി ഓഫീസിൽ കയറുന്നതിന് മുമ്പ് അവർ 10 പ്രാവശ്യം ആലോചിക്കില്ലേ? അപ്പോൾ കയറിയത് എന്തുകൊണ്ടാണ്? അവർക്ക് ഉത്തമ വിശ്വാസം ഉണ്ടായിരുന്നു, അവർക്ക് ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു, അവിടെ ക്രിമിനൽസ് ഉണ്ട്, പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച, മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച ക്രിമിനൽസ് അവിടെ ഉണ്ട്. അതനുസരിച്ച് അവർ പോയി. അതൊക്കെ പിന്നീട് വന്നല്ലോ അവർ എടുത്ത ആ തീരുമാനം. അതിനു മുമ്പ് ചില ആലോചനകൾ നടന്നിരുന്നു. അത് പുറത്തു പോവുകയും അത് പാർട്ടി ഓഫീസിൽ ചില പോലീസിൽ തന്നെ ചില ഉത്തരവാദിത്തമുള്ള ആളുകൾ എത്തിച്ചു എന്നാണ് ഇപ്പോൾ രണ്ടാമത് വന്നിരിക്കുന്ന പ്രശ്നം. ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, തെറ്റ് ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും അക്രമം ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും അത് ഭാഗം പിടിക്കാതെ നിറം നോക്കാതെ നടപടിയെടുക്കാൻ പോലീസിന് കഴിയണം. അതാണ് അതിൻ്റെ ഉത്തരവാദിത്വം, നിഷ്പക്ഷത. ആ നിഷ്പക്ഷത ഇല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് നിയമസമാധാനം തകരും. പിന്നെ ഗവൺമെൻറ് വിചാരിച്ചാലും അത് പുനഃസ്ഥാപിക്കാൻ കഴിയില്ല. നമ്മളിപ്പോൾ ശബരിമലയെ കണ്ടതാണ്. ഗവൺമെൻറ് ഏകപക്ഷീയമായ ചില തീരുമാനങ്ങൾ എടുത്തു. വളരെ നിസ്സാരമായൊരു പ്രശ്നം. ഈശ്വരവിശ്വാസമുള്ള ആർക്കും വേണമെങ്കിൽ പോവാം. ആ ഈശ്വരവിശ്വാസികൾ ചില അനുഷ്ഠാനങ്ങളുണ്ട്. ഇതേ പ്രശ്നം ഉണ്ടായുള്ളൂ. എന്ത് പുകില ഈ രാജ്യത്തുണ്ടായത്. അപ്പോൾ ഇവിടെയും അത് തന്നെയാണ്. ഒരു വളർന്നു വരുന്ന ഉത്തരവാദിത്തമുള്ള ഒരു IPS ഉദ്യോഗസ്ഥ അവരെടുത്തൊരു തീരുമാനം. അതിൻ്റെ പേരിൽ അവരെ വെറുതെ മാറ്റിയതല്ല, അവരെ പെട്ടെന്ന് മാറ്റുക ചെയ്തത്. അല്ലെങ്കിൽ അവർ ഈ ദിവസം ഈ നടപടി ഉണ്ടായിരുന്നില്ലെങ്കിൽ അവർ മാറ്റില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ എടുത്തിട്ട് സത്യസന്ധതയുള്ളൊരു ഗവൺമെൻറ് ആണെങ്കിൽ തെറ്റ് പറ്റിയെങ്കിൽ തെറ്റ് പറ്റിയെന്ന് സമ്മതിക്കണം. കുറ്റവാളികൾ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. അവരെ മാതൃകാപരമായി ശിക്ഷിക്കുക. പോലീസ് സ്റ്റേഷൻ ആക്രമിക്കേണ്ട ഒരേ ഒരു ഉത്തരവാദിത്തമാണ് CPM പ്രവർത്തകർ ഉള്ളതെങ്കിൽ പിന്നെ നമ്മുടെ രാജ്യത്ത് എന്തൊക്കെ സംഭവിക്കുമെന്ന് ആലോചിച്ചേ പറ്റുള്ളൂ. ശരി, CR നീലകണ്ഠൻ, ഈ ഒരു വിഷയം മാത്രമല്ലല്ലോ SBI ബ്രാഞ്ചിന് നേരെ ആക്രമണം ഉണ്ടായത്. നമ്മൾ പണിമുടക്ക് സമയത്ത് കണ്ടു. NGO യൂണിയൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളാണ് ആ കാര്യത്തിൽ ആ കേസിൽ പ്രതികളായത്. അവിടെ 1-2 പ്രതികൾക്ക് ശേഷം പിന്നെ മറ്റ് ചില പ്രധാനപ്പെട്ട ആളുകളെ ഒഴിവാക്കണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു പലർക്കും. പക്ഷേ അത് നടന്നില്ല. അവിടെ വളരെ ശക്തമായ നിലപാടെടുക്കുകയും ഈ പോലീസ് ഉദ്യോഗസ്ഥ ജാമ്യം പോലും അസാധ്യമാക്കുന്ന വിധത്തിൽ അതിശക്തമായ നിലയ്ക്ക് ഈ കാര്യത്തിൽ പെരുമാറി എന്ന് മാത്രമല്ല, അവിടെ സമരപ്പന്തൽ കെട്ടിയത് ഗതാഗതം തടഞ്ഞുകൊണ്ടാണ്, റോഡ് കയ്യേറിയാണ് എന്നുള്ള മട്ടിൽ അവിടെയും കേസ് വന്നു. ഇങ്ങനെ യാതൊരു തരത്തിലും ഭരിക്കുന്ന പാർട്ടി ആരാണെങ്കിലും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ ചെണ്ടക്കനുസരിച്ച് തുള്ളലല്ല എൻ്റെ ജോലി എന്ന് ഇദ്ദേഹം പറഞ്ഞതുപോലെ ചുരുങ്ങിയ 10-20 ദിവസം കൊണ്ട് ബോധ്യപ്പെടുത്തി എന്നുള്ളൊരു കുറ്റം കൂടി ചൈത്ര ജോണിനുണ്ടോ? ചൈത്ര ജോണിനെ കുറിച്ച് നേരത്തെ പറഞ്ഞല്ലോ, അവരെ എക്സെപ്ഷണലി ഗുഡാണ് പ്രൊബേഷൻ കാലത്ത് എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. 2 അവാർഡ് കിട്ടിയ ഒരുപക്ഷെ കേരളത്തിലെ ആദ്യത്തെ IPS ഉദ്യോഗസ്ഥ എന്ന നിലയ്ക്ക് അവരെ നമ്മൾ കാണണം. ഇവിടെ വന്നതിന് ശേഷം ഇവിടെ മാത്രമല്ല അഭിലാഷേ, തലശ്ശേരി ഇരിക്കുന്ന കാലത്താണ് ഷുഹൈബ് വധം ഇതിൻ്റെ കേസ് അന്വേഷിക്കുന്നത്. അതിൽ CPM പ്രതികളാണ്. അതുപോലെ പ്രസാദ് വധം എന്ന് പറഞ്ഞിട്ട് ഒരു വധം അവിടെ നടന്നു. RSSകാരൻ കൊല്ലപ്പെട്ടത്, ABVP-കാരൻ. അതിൽ SDPI പ്രതികളാണ്. കൃത്യമായി പ്രതികളെ പിടിച്ചു. ഇപ്പോൾ ഞാനിപ്പോഴും ഈ ഉദ്യോഗസ്ഥക്കെതിരെ ഇത്രയും ശക്തമായി ഒരാവശ്യവുമില്ലാതെ ഈ വിഷയം മുന്നോട്ട് വെച്ച് CPM ആക്രമിക്കുന്നതിന് പിന്നിൽ നേരത്തെ അഭിലാഷ് പറഞ്ഞ 8 SBI ആക്രമിച്ച കേസിലെ പ്രതികളെ ഇത്ര കർശനമായി പിടിച്ചതാണ്. അന്ന് മിണ്ടാൻ പറ്റില്ല. കാരണം അത്ര മോശമായി എല്ലാവരും കാണേ ബാങ്ക് അടിച്ച് തകർത്ത ആളുകളാണ് NGO യൂണിയൻ്റെ പ്രവർത്തകർ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഉള്ളപ്പോൾ. മാത്രമല്ല ഇന്ന് അദ്ദേഹം പറഞ്ഞു പോക്സോ കേസല്ല. മുഖ്യമന്ത്രി ഇന്ന് അസംബ്ലി പറഞ്ഞു പോക്സോ കേസിലെ പ്രതികളെ കാണാൻ ചെന്ന ആളുകൾ എന്ന് അദ്ദേഹം പറഞ്ഞതാണ്. അത് തെറ്റാണെങ്കിൽ തിരുത്തണം. ഞാൻ പറഞ്ഞു പോക്സോ കേസാണ് അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അപ്പം പോക്സോ കേസ് എങ്ങനെയാണ് അതൊക്കെ കോടതി തീരുമാനിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ പോക്സോ വകുപ്പ് അനുസരിച്ച് തന്നെയാണ് ആ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. മുഖ്യമന്ത്രി പറഞ്ഞതാണ്. ഇനി അതിനപ്പുറത്ത് ഇവിടെയുള്ള യഥാർത്ഥ പ്രശ്നം എന്താ? എന്തിനാണ് ഇവർ മറ്റേ TV മാനിയാണ്, ന്യൂസ് മാനിയാണെന്നൊക്കെ പറയുന്നത്? എന്തിനാ അങ്ങനെ പറയുന്നത്? അതിനർത്ഥം ഇവരെ ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. ഇവരെ ടാർഗറ്റ് ചെയ്യുന്നു. അത് ഞാൻ പറഞ്ഞല്ലോ, രാഷ്ട്രീയ പാർട്ടി ടാർഗറ്റ് ചെയ്യാം, CPM ഭരണകക്ഷി എന്നുള്ള ഉത്തരവാദിത്വം ഒന്നുമില്ലെങ്കിൽ അവർക്ക് ടാർഗറ്റ് ചെയ്യാം. പക്ഷെ മുഖ്യമന്ത്രി അത് പറയുന്നതിന് മുമ്പ് മനോജ് എബ്രഹാം IPSൻ്റെ റിപ്പോർട്ട് ഒന്ന് വായിച്ചിട്ട് വരണമായിരുന്നു. കാരണം അദ്ദേഹം നിയമം പാലിക്കാൻ ബാധ്യതപ്പെട്ട ആളാണ്. അതാണ് എൻ്റെ വാദം. മാത്രവുമല്ല, ഞാൻ 51 വെട്ടിൻ്റെ കാര്യം ഇതിന് മാത്രമല്ല, പാർട്ടി ഓഫീസിലെ കൊലപാതകവും അല്ലെങ്കിൽ അതൊക്കെ ഉണ്ട്. ഇതൊന്നുമല്ല വിഷയം. രാഷ്ട്രീയ പ്രവർത്തകർ
ക്രിമിനൽ കുറ്റങ്ങളിൽ ഏർപ്പെടുന്നുവെന്നതൊരു പുതിയ കാര്യമല്ല കേരളത്തിൽ. ഏത് പാർട്ടിയുടെ ആവട്ടെ, അതിപ്പോൾ മധുവിൻ്റെ പാർട്ടിയാവാം അല്ലെങ്കിൽ വേറൊരു പാർട്ടിയാവാം. അങ്ങനെ വരുമ്പോൾ രാഷ്ട്രീയ പ്രവർത്തകർക്ക് രാഷ്ട്രീയ പാർട്ടി ഓഫീസുകളിൽ അഭയം കിട്ടുന്നുവെന്നതും അവർ ആയുധം ശേഖരിക്കുന്നു എന്നതും കേരളത്തിൽ പുതിയൊരു കാര്യമല്ല. അങ്ങനെയുള്ളൊരു കാലത്ത് ഒരു IPS ഓഫീസർ, അത് നാളെ അസംബ്ലിയാണ്, അതുകൊണ്ട് ഇന്ന് പോണ്ട, ഒരു സിനിമയിൽ സുരേഷ് ഗോപി പറയണ മാതിരി മുഖ്യമന്ത്രി വീഴുമോ എന്നുള്ളത് എൻ്റെ വിഷയമല്ല. എൻ്റെ വിഷയം ഞാൻ രാഷ്ട്രീയ ഒരു ക്രിമിനൽ കേസിലെ പ്രതിയെ പിടിക്കലാണ്. മറ്റതൊക്കെ അവരുടെ വിഷയമാണ്. ഈ IPS ഓഫീസർ ഇന്നലെ രാത്രി ആ വിവരം കിട്ടിയിട്ട് അവരവിടെ പോയില്ലെങ്കിൽ എന്തു പറയുമായിരുന്നു? ഒരു പ്രതി ഇന്ന സ്ഥലത്തുണ്ട്, ഇപ്പോൾ കോൺഗ്രസ് ഓഫീസിലാണെങ്കിൽ വേറൊരു ഓഫീസിലാണ്, പ്രതി ഉണ്ട് എന്നറിഞ്ഞിട്ട് ഇവരവിടെ പോയില്ലെങ്കിൽ എന്തു പറയുമായിരുന്നു? ഇത് CPM അല്ല വേറൊരു പാർട്ടിയാണ് ഇത് ചെയ്തതെങ്കിൽ ഇവരെന്തു പറയുമായിരുന്നു? അപ്പോൾ ഇവിടെ CPM എന്തോ ഒരു ഇൻസുലേഷൻ ഉണ്ട്, ഞങ്ങളൊന്നും തൊടാൻ പാടില്ല എന്ന് പറയുന്നത് ഒരു വശം. അതിനേക്കാൾ അപ്പുറത്ത് ഈ ഉദ്യോഗസ്ഥക്കെതിരെ ഒരു ടാർഗറ്റ് ഉണ്ട്. നന്നായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരെ എല്ലാ കാലത്തും എടുത്തു നോക്കിക്കോളൂ. അതൊരു ഗൗരവമായിട്ടുള്ള ആരോപണമാണ്. അതിന് പക്ഷേ രണ്ട് ഭരണകൂടത്തിന് ഉത്തരം പറയേണ്ടി വരുമായിരിക്കും. ശ്രീ N. ഷംസുദ്ദീൻ, കർത്തവ്യബോധമുള്ള, നീതിബോധമുള്ള, ഇച്ഛാശക്തിയോടുകൂടി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ മേലാളന്മാരുടെ അഭീഷ്ടങ്ങൾ സാധിച്ചു കൊടുക്കാത്ത ഉദ്യോഗസ്ഥർ എല്ലാ കാലത്തും ടാർഗറ്റ് ചെയ്യപ്പെടും എന്നാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. ഒരുമിച്ച് കൈകോപ്പി നിന്നാൽ അല്ലെങ്കിൽ വാക്കയ്യ പൊത്തി നിന്ന് കഴിഞ്ഞാൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ എന്നുള്ള മട്ടിലേക്കൊക്കെ ഉദ്യോഗസ്ഥ വൃന്ദത്തെ കൂടി കൊണ്ടുവരിക എന്നുള്ളതൊന്നും ഒരു ജനാധിപത്യത്തിൽ ഭൂഷണമായിട്ടുള്ള കാര്യമല്ലല്ലോ. ഇവിടെ ഭരിക്കുന്ന ആളുകളെ അല്ലെങ്കിൽ സ്വാധീനമുള്ള ആളുകളെ ഏതെങ്കിലും തരത്തിൽ അലോസരപ്പെടുത്തിയാൽ അങ്ങനെ അലോസരപ്പെടുത്തുന്നവരൊക്കെ അനുഭവിക്കും എന്നുള്ള വിധിയാണോ ചൈത്ര തെരേസ ജോണിനെയും കാത്തിരിക്കുന്നത്? ഇവിടെ ഈ ചർച്ചയിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ക്ലിയർ ആവേണ്ടതുണ്ട്. ഇപ്പോൾ ഇവിടെ CPM-നെ പ്രതിനിധീകരിക്കുന്ന ശ്രീ മധു പറഞ്ഞു, ആ കേസിൽ ചാർത്തേണ്ടത് പോക്സോ കേസല്ല എന്ന് പറഞ്ഞു. അട്രോസിറ്റീസ് മാത്രമേ വരൂ, പോക്സോ വരില്ല എന്ന്. അപ്പൊ വകുപ്പ് തീരുമാനിക്കേണ്ടത് പാർട്ടിയല്ല, വകുപ്പ് തീരുമാനിക്കേണ്ടത് പോലീസാണ്. ഇവിടെ ഇതിന്റെ അടിസ്ഥാന പ്രശ്നം അതാണ്. ഇന്ന് കേരളത്തിലുടനീളം ഇത്തരം സംഘർഷങ്ങളിലും പ്രശ്നങ്ങളിലും വകുപ്പ് എന്താകണമെന്ന് തീരുമാനിച്ചു കൊടുക്കുന്നത് പാർട്ടിയാണ്. ഏറാൻ മൂളികളായ പല ഓഫീസർമാരും അത് അംഗീകരിക്കാറുണ്ട്. എന്നാൽ ഈ കേസിൽ അത് ഉണ്ടായില്ല എന്നുള്ളതാണ് ഇവരെ ഇത്രയേറെ പ്രകോപിതരാക്കുന്നത്. വളരെ കൃത്യമായിട്ട് ഇവര് പറയാണല്ലോ പോക്സോ അല്ലാന്ന്. പോക്സോ ആണോ അട്രോസിറ്റീസ് ആണോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനും നിങ്ങളുമല്ല, ഈ രാജ്യത്തെ പോലീസാണ് കൃത്യമായി ഇതിന്റെ ഏജൻസി. ഇനി അതിന് മറുവാദമുണ്ടെങ്കിൽ അത് കോടതി പറയാം. അങ്ങനെ അവിടെ തുടങ്ങുന്ന പ്രശ്നം. പിന്നെ ഈ ഓഫീസർ കേവലം 3 മിനിറ്റ് കൊണ്ട് എന്ത് നോക്കാനാണെന്ന് ഇവരെ തന്നെ ചോദിക്കുന്നു. അവർ തന്നെ പറയുന്നു ടെറസിന്റെ മേലെ വരെ എത്തിയിട്ടാണല്ലോ ഓഫീസർ മടങ്ങിപ്പോയത്, ഞങ്ങളൊന്നും ചെയ്തില്ല. അപ്പോ പോലീസ് സ്റ്റേഷനിൽ പാർട്ടി ഓഫീസിൽ ഉണ്ട് എന്ന് ഇവർക്ക് എങ്ങനെ വിവരം കിട്ടുന്നത്? വീട്ടിൽ ചെന്ന് തെളിവെടുക്കുമ്പോഴാണ് ഫോൺ വരുന്നത്. ഞങ്ങൾ പാർട്ടി ഓഫീസിലുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് DCP പാർട്ടി ഓഫീസിലേക്ക് പോകുന്നത്. പിന്നെ അതിൽ വേറൊരു രസകരമായ സംഭവം എന്താ വെച്ചാൽ ഇതേ പോലീസിൽ നിന്ന് തന്നെ പാർട്ടി ഓഫീസിലേക്ക് വിവരം കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ചോദ്യം ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് പാർട്ടി ഓഫീസിലേക്ക് DCP-യും പോലീസ് സംഘവും എത്തുമ്പോഴേക്കും അവിടുന്ന് പ്രതികൾക്ക് മുങ്ങാൻ അവസരം ഉണ്ടാകുന്നത്. അപ്പൊ ഇതുകൂടി ചർച്ചയുടെ ഭാഗമായിട്ട് വരണം. അല്ലാതെ പോലീസ് വെറുതെ ഷോ കാണിച്ചതല്ല, അല്ലെങ്കിൽ ഈ DCP വെറുതെ ഷോ കാണിച്ചതല്ല. അവിടെ പോയിട്ട് എന്തുകൊണ്ട് പ്രതിനെ കിട്ടിയില്ല, എന്നിട്ട് പ്രതിനെ കിട്ടിയില്ലല്ലോ എന്നാണ് ഇവരുടെ ചോദ്യം. പ്രതിനെ കിട്ടാതിരിക്കാൻ കാരണം പ്രതി മുങ്ങിയതാണ്. അപ്പോഴേക്ക് പോലീസിൽ നിന്ന് തന്നെ വിശ്വസ്തരായ, ഇന്ന് ഈ പിന്നെ അസോസിയേഷൻ പ്രവർത്തനമൊക്കെ വളരെ സജീവമാണല്ലോ, വളരെ വിശ്വസ്തരായവർ കൃത്യമായ വിവരം കൊടുത്തു, പ്രതികൾ മാറി. അപ്പൊ നോക്കേണ്ട സ്ഥലത്ത് നോക്കി അതിന് 3 മിനിറ്റോ 4 മിനിറ്റോ ഒക്കെ മതി. ഒരു പാർട്ടി ഓഫീസല്ലേ, അത്ര വിശാലമായ സ്ഥലമൊന്നുമല്ലല്ലോ. അപ്പോ ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ നോക്കി അവരിറങ്ങി. ഇപ്പോ ഇവരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്നില്ല എന്നുള്ളതാണ് സത്യത്തിൽ ഈ വനിതാ യുവ IPS ഓഫീസറോട് CPM-നുള്ള കെറിവ്. നിങ്ങൾ എന്തെല്ലാം പറഞ്ഞു? ഇവിടെ ചോദിച്ചു, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഞങ്ങൾ അവരെ തടഞ്ഞിട്ടില്ലല്ലോ, ഞങ്ങൾ വേറൊന്നും ചെയ്തിട്ടില്ലല്ലോ, അവർ താൽക്കാലിക ചാർജായിരുന്നു, അതിൽ നിന്ന് മാറ്റിയല്ലേ ചെയ്തിട്ടുള്ളൂ, വകുപ്പ് തല അന്വേഷണം നടത്തി, അതിരിക്കട്ടെ. അതിന്റെ പുറമെ കഴിഞ്ഞ ഇന്നലെയൊക്കെ ആയിട്ട് എത്ര നേതാക്കന്മാർ, എന്തിനേറെ CPM-ന്റെ ഏറ്റവും വലിയ നേതാവ് കോടിയേരി ബാലകൃഷ്ണനാണ് ഈ ഒരു ഓഫീസർക്കെതിരെ സംസാരിക്കുന്നത്. ഇവർക്ക് പബ്ലിസിറ്റി മാനിയാണ്. അങ്ങനെ ഒരു ഓഫീസറെ ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഇത് വളരെ ഗൗരവമായിട്ട് എടുത്തെന്ന് മാത്രമല്ല, നിങ്ങളെ ഈ ഓഫീസറുടെ പ്രവർത്തനം നിങ്ങൾക്ക് വലിയ പ്രകോപനം ഉണ്ടാക്കി. നിങ്ങളെ ചൊലിപ്പടിക്ക് നിൽക്കാത്തവരെ ഞങ്ങൾ അങ്ങനെ നിർത്തും എന്ന ഒരു സന്ദേശം
പോലീസിന് കൊടുത്തു. നിർഭയമായി ജോലി ചെയ്യാനുള്ള പോലീസിന്റെ ആത്മവീര്യമാണ് ഇവിടെ മുഖ്യമന്ത്രിയും ഭരണകക്ഷിയും ചോർത്തിക്കളയുന്നത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ശരി. ഇതൊരു സ്റ്റേറ്റിന് ഒട്ടും ഭൂഷണമല്ല എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. വ്യക്തമാണ് അത്. ഷംസുദ്ദീൻ എംഎൽഎ വ്യക്തമാണ് ആ നിലപാട്. നിയമസഭയിൽ ഈ ഉദ്യോഗസ്ഥയെ വല്ലാതെ ഭയപ്പെട്ടു പോകുന്നുണ്ടോ നിങ്ങൾ? ഡിസംബർ 28 മുതൽ ജനുവരി 25 വരെ ഈ പദവിയിൽ ഉണ്ടായിരുന്നുള്ളൂ ഈ ഉദ്യോഗസ്ഥ. വളരെ ചുരുങ്ങിയ കാലം, ഒരു മാസം. പക്ഷെ ആ ഒരു മാസത്തെ പ്രവർത്തനം വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാക്കിയോ? ഞാനിവിടെ നേരത്തെ സൂചിപ്പിച്ച SBI ബ്രാഞ്ച് ആക്രമണത്തിലെ പ്രതികൾ രക്ഷപ്പെടാതിരിക്കാൻ വളരെ ശക്തമായി യാതൊരു തരത്തിലുള്ള ഒത്തുതീർപ്പിനും വഴങ്ങാത്ത നിലപാടെടുക്കുന്നു. വഴി തടഞ്ഞ് പന്തൽ കെട്ടിയതിനെതിരെ കേസെടുക്കുന്നു. അങ്ങനെ യാതൊരു തരത്തിലുള്ള സമ്മർദ്ദത്തിനും വഴങ്ങാതെ പ്രവർത്തിച്ചു എന്നുള്ളതാണോ ചൈത്ര തെരേസ ജോണിൽ കണ്ട കുറ്റം? അഭിലാഷ്, നിങ്ങള് കഥയറിയാതെ ഈ കാര്യങ്ങൾ ഇങ്ങനെ വിശദീകരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. SBI ബ്രാഞ്ചിലെ സംഭവം ഇതുമായിട്ട് എന്താ ബന്ധം? ഈ SBI ബ്രാഞ്ചിൽ അവിടെ ഉണ്ടായ സംഭവത്തെ സംബന്ധിച്ചിടത്തോളം അതിനെ CPM ഒരു തരത്തിലും ന്യായീകരിച്ചിട്ടില്ല. ആദ്യമായി തന്നെ അതിനെ അപലപിച്ച ഒരു പ്രസ്ഥാനമാണ് CPM. പക്ഷെ പ്രശ്നം എന്താ? അവിടെ ഈ ഓഫീസർ വിചാരിച്ചാൽ പ്രതികളെ മാറ്റാൻ പറ്റുമോ? അവിടെ CCTV ക്യാമറയിൽ അതിനകത്ത് പ്രവേശിച്ച ആളുകളുടെ എല്ലാം ചിത്രം കൃത്യമായിട്ട് ദൃശ്യങ്ങളുണ്ട്. അവിടെ കയറിയിട്ടുള്ള മുഴുവൻ ഇതൊക്കെ അട്ടിമറിക്കാനുള്ള എന്തൊക്കെ ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് ശ്രീ ഇത് നടന്ന ദിവസം എനിക്ക് പറയാൻ സമയം തരും. ഇത് നടന്ന ദിവസം തിരുവനന്തപുരത്തെ CPM നേതാവ് പറഞ്ഞത് ഈ CCTV ദൃശ്യങ്ങളിൽ ഉള്ളവർ ഈ അക്രമം നടന്നതിന് ശേഷം അവിടെ എന്താ സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി പോയി നോക്കിയവരാണ്, അതല്ലാതെ ആക്രമിച്ചവരല്ലെന്നാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞ ഏതൊക്കെ തരത്തിലുള്ള ന്യായം പറഞ്ഞ് യഥാർത്ഥ പ്രതികളെ നേതാക്കളെ അതിനകത്ത് നിന്ന് ഒഴിവാക്കാമായിരുന്നു. അതുകൊണ്ട് CCTVയിൽ പതിഞ്ഞവരെ എല്ലാം നിർബന്ധമായും പ്രതികളാക്കിക്കൊള്ളണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതിനൊക്കെ പല ന്യായം പറയാം. അല്ല, അതിനവിടെ ആ സംഭവം നടക്കുന്ന സമയവും ഈ പറയുന്ന നേതാക്കന്മാർ അതിനകത്ത് പ്രവേശിച്ച സമയവും ഒക്കെ CCTVയിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് അതിൽപ്പെട്ട ആരെയെങ്കിലും രക്ഷപ്പെടുത്താൻ CPM-ഓ NGO യൂണിയനോ ഈ സംയുക്ത സമരസമിതിയുടെ പണിമുടക്കിന്റെ ഭാഗമായിട്ടാണല്ലോ ഈ സംഭവം ഉണ്ടായത്. ആ സംയുക്ത സമരസമിതിക്ക് നേതൃത്വം കൊടുത്തത് CAT മാത്രമല്ല, INTUC-യും അതുപോലെ തന്നെ STU-വും എല്ലാം ചേർന്ന ഒരു സംയുക്ത സമരസമിതിയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് അതിനകത്ത് ആ പ്രതികളെ പ്രത്യേകിച്ച് രക്ഷപ്പെടുത്താൻ ഈ ഓഫീസർ വിചാരിച്ചാൽ സാധിക്കില്ല. അതിന് അങ്ങനെ ഒരു ഉദ്ദേശവും ഞങ്ങളെ സംബന്ധിച്ചില്ല. അത് വെറുതെ ഇതുമായിട്ട് കൂട്ടി വായിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പറയുന്നൊരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഞാൻ ആവർത്തിക്കുകയാണ്. ഈ ഓഫീസർ DCP അല്ല, DCP ചാർജാണ്. അവർ വനിതാ സെല്ലിലെ SP ആണ്. അവർ 17 ദിവസത്തേക്ക് DCP-യുടെ ശബരിമല ഡ്യൂട്ടിയുടെ കാലഘട്ടത്തിൽ ചാർജായി വന്നതാണ്. ഈ ഓഫീസിലേക്ക് അവര് അവിടെ പ്രവേശിച്ചു എന്ന് പറയുന്ന പരിശോധന നടത്താൻ വന്നു എന്ന് പറയുന്നത് CPM-ന്റെ ഓഫീസിൽ പ്രതിയുണ്ട് എന്ന വിവരം അവർക്ക് കിട്ടി എന്നുള്ള അവരുടെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ആ ബോധ്യം അവരുടെ മാത്രം ബോധ്യമാണ്. അതിനേതെങ്കിലും തെളിവുണ്ടെങ്കിൽ അവർ ഇനി കോടതിയെ ബോധ്യപ്പെടുത്തേണ്ടിയിരിക്കുകയാണ്. പക്ഷേ CPM-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ, പാർട്ടി ഓഫീസിൽ ഉണ്ട് എന്നൊരു പ്രതി പറഞ്ഞാൽ തന്നെ അത് CPM-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസാണെന്ന് കൃത്യമായിട്ട് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ ടവർ ലൊക്കേഷൻ നോക്കാമല്ലോ. 5 മിനിറ്റ് കൊണ്ട് സൈബർ സെല്ലിൽ നിന്ന് വിവരം കിട്ടുമല്ലോ. ഈ CPM-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പ്രതി ഒളിച്ചിരിപ്പുണ്ടോ എന്ന് പരിശോധിക്കാമല്ലോ. അതിനുള്ള സംവിധാനം നാട്ടിലുണ്ടല്ലോ. അതൊന്നും പരിശോധിച്ചില്ലല്ലോ. CPM-ന് 100 കണക്കിന് ഓഫീസുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ 100 കണക്കിന് ഓഫീസുണ്ട്. അപ്പൊ കൃത്യമായിട്ട് CPM-ന്റെ ഒരു ലോക്കൽ കമ്മിറ്റിയുടെ ഓഫീസിലോ ബ്രാഞ്ചിന്റെ ഓഫീസിലോ ചെന്ന് കയറിയാൽ ഈ DCP-ക്ക് ഈ മാധ്യമ കവറേജ് കിട്ടില്ല. ഇനി മറ്റൊരു കാര്യം ഞാൻ പറയാം. അവർ സമർത്ഥിയായിട്ടുള്ള പോലീസ് ഓഫീസറാണ്. അവരുടെ സാമർഥ്യമൊക്കെ തീർച്ചയായിട്ടും കാലം തെളിയിക്കട്ടെ, അതിനൊന്നൊരു തർക്കമില്ല. അവർ കൽപ്പറ്റ ASP ആയിരുന്നപ്പോഴും, അവര് തലശ്ശേരി ASP ആയിരുന്നപ്പോഴും, അവർ കോട്ടയത്ത് ട്രെയിനിങ് ASP ആയിരുന്നപ്പോഴും എല്ലാം ഉണ്ടായിട്ടുള്ള സംഭവങ്ങളെ സംബന്ധിച്ച് നമുക്കറിയാം. മനോരമ ലേഖകനെ നടു റോഡിൽ വെച്ച് പിടിച്ച് അറസ്റ്റ് ചെയ്ത് അതുമായിട്ടുണ്ടായ വിവാദമൊക്കെ അന്ന് ഈ പുറത്തു വന്ന വിവരങ്ങളാണ് കോട്ടയത്ത്. അപ്പൊ ഇതിലൊരു ഓവർ സ്മാർട്ട്നെസ് കാണിക്കുക. കുറ്റം ചെയ്യുന്ന ആൾ മനോരമ ലേഖകനാണെങ്കിലും CPIM നേതാവായാലും ദേവേന്ദ്രനാണെങ്കിലും നിയമത്തിന്റെ വഴിക്ക് നടക്കണം, അത്രേ ഉള്ളൂ. മനോരമ ലേഖകനെ പ്രത്യേകിച്ച് ബുള്ളറ്റ് പ്രൂഫ് ഒന്നുമില്ലല്ലോ. ആ കേസ് എന്തോ ആവട്ടെ, അവിടെയൊക്കെ കൃത്യമായി ഒരു നല്ലതല്ലേ. ആ കേസ് എന്തായിരുന്നു എന്നുള്ളത് പിന്നീട് വ്യക്തമായ കാര്യമാണല്ലോ. ഞാനിപ്പോഴും പറയുന്നത് അനാവശ്യമായ റെയ്ഡ്, CPM-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസ് പോലൊരു സ്ഥാപനം അങ്ങനെ ഒരു നാടകം കാണിച്ചാൽ മാത്രമേ മാധ്യമ ശ്രദ്ധ പറ്റൂ. ഇപ്പോ
ഇപ്പൊ ശ്രീ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങള് CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ കയറിയത് അതിനെ ഇപ്പോ അപലപിക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇപ്പോൾ ഒറ്റക്കെട്ടായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഈ സംഭവം തിരിച്ച് കോൺഗ്രസിന്റെ DCC ഓഫീസിലോ മുസ്ലിം ലീഗിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലോ ആണ് ഇങ്ങനെ ഒരു അനാവശ്യ റെയ്ഡ് ഉണ്ടായിരുന്നതെങ്കിൽ ഇവരുടെ പ്രതികരണം ഇങ്ങനെ ആവില്ല. മുൻകാലങ്ങളിൽ ഇങ്ങനെ ആയിരുന്നിട്ടില്ല. ഇത് കേരളം കണ്ടിട്ടുള്ളതല്ലേ? എത്രയോ സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിലേക്ക് പിന്നെ മാധ്യമങ്ങളിൽ ഈ പറയുന്ന പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അതിന്റെ നേതാക്കന്മാരും എല്ലാം കൂടി ചേർന്ന് വളർത്തിയെടുക്കുന്ന ഒരു ഹീറോയിസം ഉണ്ടല്ലോ. കേരള പോലീസിൽ അങ്ങനെ ചില ഓഫീസർമാരോടും ചില ആളുകൾക്ക് നമ്മൾ ഹീറോയിസം കൽപ്പിച്ച് വളർത്തിയെടുത്തിട്ടുണ്ട്. അവരൊക്കെ എവിടെ ചെന്ന് നിന്നു, അവസാനം സെൻകുമാർ അടക്കം എവിടെ ചെന്ന് നിന്നു എന്നുള്ളത് ഈ കേരളത്തിലെ ജനങ്ങൾ കണ്ടിട്ടുള്ളതാണ്. ആ ഹീറോയിസം ഒക്കെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളതും കേരളത്തിലെ ജനങ്ങൾ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അതിലൊന്നും വലിയ പുതുമയൊന്നുമില്ല. യഥാർത്ഥത്തിൽ ഇത് അനാവശ്യമായ തെറ്റായ റെയ്ഡായിരുന്നു. അതിനോട് ജനാധിപത്യപരമായി പ്രതിഷേധിക്കുക എന്ന കാര്യം മാത്രമേ CPM എന്ന രാഷ്ട്രീയ പാർട്ടി വിയോജിക്കുന്നത് കൊണ്ട് തർക്കമില്ല. ഇവിടെ സർക്കാർ എന്ത് ചെയ്തു എന്ന പ്രശ്നം നിങ്ങളുടേതാണ്. സർക്കാർ അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ശ്രീ VK മധു, ഒന്ന് ഇനിയിപ്പോ പോലീസ് അതിഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് തുരുതുര CPM പാർട്ടി ഓഫീസിലേക്ക് പാഞ്ഞു കയറുകയും അവിടെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ താങ്കൾ പറയുന്ന വേർഷൻ ഒരു പരിധി വരെ ഞാൻ അംഗീകരിച്ചു തരാമായിരുന്നു. ഇവിടെ ആകെ 7 പോലീസുകാരാണ് ഉണ്ടായിരുന്നത്. 7 പോലീസുകാർ മാത്രം. അവർ ഞാൻ പറയുന്നു ലാത്തി പോലും എടുക്കാതെ, നിരായുധരായി ലാത്തി പോലും എടുക്കാതെയാണ് ആ പാർട്ടി ഓഫീസിലേക്ക് കയറുന്നത്. അവർ സമാധാനപരമായി അവിടെ തിരച്ചിൽ നടത്തി തിരിച്ചുപോയി. ഒരു ഭീകരാന്തരീക്ഷം ഉണ്ടാക്കിയിട്ടില്ല. അവിടെ ആ പാർട്ടി ഓഫീസിൽ ഉണ്ടായിരുന്ന ഓഫീസ് സെക്രട്ടറി അടക്കമുള്ള ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ടില്ല. ഒരു ഇൻപുട്ട് കിട്ടി. അത് അങ്ങനെയാണോ എന്നറിയാൻ അവിടെ തിരക്കി ചെന്നു. അത്രേ ഉള്ളൂ, അത്ര മാത്രം. അതിനാണ് ജനാധിപത്യം ഇടിഞ്ഞ് താഴെ വീഴുന്നു എന്നൊക്കെ പറയുന്നത്. പക്ഷെ മധു, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അല്ല, ഈ 6-7 പോലീസുകാരെ ഉണ്ടായിരുന്നു എന്നുള്ള നിങ്ങളുടെ വിവരം തെറ്റാണ്. 4 വാഹനങ്ങളിലാണ് പോലീസുകാർ വന്നത്. ഏതാനും പേര് മാത്രമേ അകത്ത് കയറിയുള്ളൂ. അവര് ആ 3-ാം നിലയിലെ ടെറസ് വരെ കയറി പരിശോധിച്ചു. 3-3.5 മിനിറ്റ് എവിടെ ഉണ്ടായിരുന്നുള്ളത് വേറെ കാര്യം. പക്ഷേ അവർക്ക് പ്രതിയെ കണ്ടെത്തുക എന്നുള്ളതായിരുന്നില്ല അവരുടെ ഉദ്ദേശം. ഇവിടെ നേരത്തെ ശ്രീ ശംസുദ്ദീൻ MLA പറയുന്നുണ്ടായിരുന്നു, പോലീസിൽ നിന്ന് കൃത്യമായി വിവരം ചോർത്തി കിട്ടിയത് കൊണ്ട് പ്രതികളെയൊക്കെ ഒളിപ്പിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് ആകെ പ്രതികളെ ഒളിപ്പിക്കാൻ CPM ആകെയുള്ള, അങ്ങനെ വേണമെങ്കിൽ അതിനാകെയുള്ള ഒരു സ്ഥലം CPM ജില്ലാ കമ്മിറ്റി ഓഫീസാണെന്ന് അദ്ദേഹം തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രതികളെ സംബന്ധിച്ച വിവരം CPM ചോർത്തി കൊടുത്തു എന്നുള്ള വിവരം അദ്ദേഹത്തിന് ഇവിടുന്ന് കിട്ടിയെന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തെ തിരുവനന്തപുരത്തെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ നിന്നൊക്കെ കിട്ടിയ പോരാണെന്ന് അറിയില്ല. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിഗമനമാവാതെ അത് അദ്ദേഹം വെച്ച് പുലർത്തിക്കോട്ടെ. പക്ഷേ CPM ജില്ലാ കമ്മിറ്റി ഓഫീസ് അങ്ങനെ ഒരു ഒളിത്താവളമല്ല. അവിടെ ഗുണ്ടകളൊന്നും ആയിരക്കണക്കിന് ആളുകൾ വരുന്നുണ്ട്. ചിലപ്പോൾ അതില് ക്രിമിനൽ കേസിൽ പ്രതികളും ഉണ്ടാവാം. ഇങ്ങനെ ഒരു സംഭവം ഒരു വാർത്ത ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. ഇപ്പോ അല്ല, ഒരു ഹീറോ പട്ടം അവർക്ക് ചാർത്തി കൊടുക്കുന്നുണ്ടല്ലോ, അത് തന്നെയാണ് അവർ ആഗ്രഹിച്ചത്. അല്ല, ഹീറോ പട്ടത്തിലേക്ക് ഞാൻ വരാം. അതിനു മുൻപ് ശ്രീ KV തോമസ് MP, ഇത് നമ്മളൊന്ന് വിലയിരുത്തി നോക്കൂ. ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഹർത്താൽ, അക്രമം തുടങ്ങിയ പല കാര്യങ്ങളും ഉണ്ടായി. അതിൽ തന്നെ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരാണ് ആരോപണ വിധേയരായിട്ടുള്ളത്. ശബരിമലയുമായി ബന്ധപ്പെട്ട് തന്നെ നാട്ടിൽ 7 ഹർത്താൽ നടന്നു. ആ ഘട്ടങ്ങളിലൊന്നും BJPയുടെയോ അല്ലെങ്കിൽ ഇതര രാഷ്ട്രീയ കക്ഷികളുടെയോ സമുദായ സംഘടനകളുടെയോ ഒന്നും ഓഫീസുകളിൽ കയറി, ജില്ലാ കമ്മിറ്റി പോലെയുള്ള ഓഫീസുകളിൽ കയറി പരിശോധന നടത്തുകയോ അവിടെ നിന്ന് പ്രതികളെ പിടിക്കുകയോ ആയുധങ്ങൾ പിടിക്കുകയോ ചെയ്ത ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രതിപക്ഷ കക്ഷിയുടെ, കോൺഗ്രസിൻ്റെയോ ലീഗിൻ്റെയോ BJPയുടെയോ ഓഫീസിലാണ് പോലീസ് കയറിയത് എങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഇതൊരു ഭരണകൂട ഭീകരതയാണ്, പോലീസിനെ ഉപയോഗിച്ച് മുഖ്യമന്ത്രി രാഷ്ട്രീയം കളിക്കുകയാണ്, അടിച്ചമർത്താൻ ശ്രമിക്കുകയാണ്, പ്രതിപക്ഷ കക്ഷികളെ നിഷ്കാസനം ചെയ്യാൻ ശ്രമിക്കുകയാണ് എന്നൊക്കെ പറയില്ലായിരുന്നോ? ഭരിക്കുന്നത് ഏത് കക്ഷിയാണോ അവർ കുറെ കൂടി ജാഗ്രത പാലിക്കണം, പ്രത്യേകിച്ച് നിയമസമാധാനം പാലിക്കുന്ന രംഗത്ത്. ഇവിടെ മുഖ്യമന്ത്രിയാണ് ഹോം മിനിസ്റ്റർ,
അതുകൊണ്ട് സ്വാഭാവികമായും പോലീസ് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അന്തരീക്ഷം ഉണ്ടാക്കണം. അതല്ല ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം പലപ്പോഴും CPM പാർട്ടി മുൻകൈ എടുക്കുന്നു, അവർ തീരുമാനങ്ങൾ എടുക്കുന്നു. പണ്ട് പറയാറുണ്ട് കുട്ടിസഖാക്കൾ പോലീസാകും എന്ന് പറഞ്ഞൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിലേക്ക് ഇനി കേരളത്തെ തിരിച്ചു കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇവിടെ സത്യസന്ധരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. ആരുടെയും മുഖത്ത് നോക്കി ഈ ഓച്ചാനിച്ച് നിൽക്കുന്നവരല്ല ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ. അത് മനസ്സിലാക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിയാതെ പോയി എന്നുള്ളത് ദുഃഖകരം. ഈ സ്ത്രീ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കട്ടെ. അതല്ലല്ലോ. അതിന് പകരമാണ് അവർ മണിക്കൂറുകൾ കൊണ്ട് സ്ഥലം മാറ്റുന്നു. മാത്രമല്ല, എന്താ ഒരു പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചതാ പ്രശ്നം? അത് ചെറിയ കാര്യമുണ്ട്. പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുന്നത് നമുക്ക് അംഗീകരിക്കാവുന്ന ഒരു കാര്യമാണോ? ആ പോലീസ് സ്റ്റേഷൻ കല്ലെറിയുന്നു, ഉദ്യോഗസ്ഥന്മാർ തട്ടിക്കയറുന്നു. ആ ഒരു സാഹചര്യത്തിൽ അവരുടെ മേലുദ്യോഗസ്ഥ എന്ന നിലയിൽ അവർ ധീരമായ നടപടിയെടുത്തു. CPM ഓഫീസിൽ പ്രതികളുണ്ട് എന്നതിന് അവർ അന്വേഷിച്ച് അവിടെ ചെന്നു. അവിടെ പ്രതികളില്ലെങ്കിൽ എന്തിനാ അവിടെ ആദ്യം അവരെ തടഞ്ഞു നിർത്തിയത്? അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും ഈ രീതിയിൽ പോയാൽ പോലീസിനെയും ഭരണ സംവിധാനത്തെയും തകർത്തുകൊണ്ട് ഈ ഗവൺമെൻറ് പോകാൻ കഴിയില്ല. കേരളമാണ്. ശരി, ശ്രീ VK മധു, ഇപ്പോൾ താങ്കൾ പറഞ്ഞല്ലോ പോലീസ് ഉദ്യോഗസ്ഥരെയും IAS ഉദ്യോഗസ്ഥരെയും ഒക്കെ ഗ്ലോറിഫൈ ചെയ്യുന്നു, അവരെ മഹാന്മാരാക്കുന്നു എന്നൊക്കെ. അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾ ഉണ്ടാകാം. ആ തരത്തിൽ രാഷ്ട്രീയ നേതൃത്വത്തെക്കാൾ, അതല്ലെങ്കിൽ നമ്മുടെ ഭരണ നേതൃത്വത്തെക്കാൾ ബ്യൂറോക്രസിയാണ് മഹത്തരം എന്നൊക്കെ വിശ്വസിക്കുന്ന ആളുകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടാവാം. അത് ജനാധിപത്യ വിരുദ്ധമാണ് തന്നെ. പക്ഷേ അതല്ലല്ലോ ഇവിടുത്തെ കോണ്ടെക്സ്റ്റ്. നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതുകൂടി പരാമർശിച്ച് പോകേണ്ട കാര്യമുണ്ടോ? ഏത് ഉദ്യോഗസ്ഥനാണ് ഭരണകൂടത്തിനെതിരെ, അതല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടിയുടെ ഇഷ്ടത്തിനെതിരെ നിലപാടെടുത്ത് ഇവിടെ നിലനിന്ന് പോയിട്ടുള്ളത് എന്ന പ്രശ്നം കൂടി നമ്മളെ സംബന്ധിച്ച് നമ്മുടെ മുമ്പിലുണ്ട്. നീതിബോധത്തോടു കൂടി പ്രവർത്തിച്ചാൽ അയാൾക്ക് ആ സ്ഥാനത്ത് എത്ര നാൾ തുടരാൻ കഴിയും? പിന്നെ പോലീസ് ഉദ്യോഗസ്ഥരെ ടാർഗറ്റ് ചെയ്യുക എന്നുള്ളത് പുതിയ കാര്യമൊന്നുമല്ലല്ലോ. ഇന്നിപ്പോൾ ഈ യുവ ഓഫീസറുടെ നടപടി നിയമപരമാണ് എന്ന് റിപ്പോർട്ട് എഴുതിയ മനോജ് എബ്രഹാം പണ്ട് കണ്ണൂരിലിരുന്ന കാലം എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് നോക്കൂ, നിങ്ങളുടെ ഒരു പാർട്ടി കേന്ദ്രത്തിൽ അദ്ദേഹത്തിന് റീത്ത് വെച്ചിട്ടുണ്ട്. മനോജ് എബ്രഹാം കണ്ണൂർ SP ആദരാഞ്ജലി അർപ്പിച്ചു. അപ്പോൾ ആ നിലയ്ക്ക് ഉദ്യോഗസ്ഥർ പക്ഷപാതമില്ലാത്ത നിലപാട് സ്വീകരിച്ചാൽ അവരെ ടാർഗറ്റ് ചെയ്യുക എന്നുള്ളതൊരു പുതിയ ഏർപ്പാടല്ലല്ലോ കേരളത്തിൽ. അതും നമ്മൾ കണ്ടുപോകണ്ടേ? മധു അങ്ങയോട് ഉദ്യോഗസ്ഥർ വിമർശിക്കപ്പെടുന്നത് എപ്പോഴാണ്? അവർ തെറ്റായ വിധത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് വരുമ്പോഴാണ് അവർ വിമർശിക്കപ്പെടുക. അവര് ന്യായമായി ശരിയായ കാര്യങ്ങൾ ചെയ്യുന്ന സന്ദർഭത്തിൽ പൊതുസമൂഹമായാലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായാലും ഗവൺമെന്റുകളായാലും അവരെ പിന്തുണയ്ക്കുകയാണ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഈ ഓഫീസർ ചെയ്തിരിക്കുന്നത് തെറ്റായൊരു കാര്യമാണ്. അനാവശ്യമായ റെയ്ഡാണ് നടത്തിയത്. CPMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പ്രതികൾ ഉണ്ടായിരുന്നില്ല, അവർ ഉണ്ടായിരുന്നു എന്ന അവർക്ക് കിട്ടിയ ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞിട്ടാണ് റെയ്ഡ് നടത്തിയത്. ആ റെയ്ഡിന്റെ പിന്നിൽ കൃത്യമായ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. അത് നേരത്തെ പറഞ്ഞതുപോലെ അവിടെ നേരത്തെ തോമസ് മാഷി പറഞ്ഞു ഞങ്ങൾ അവരെ തടഞ്ഞു നിർത്തി. അങ്ങനെ തടഞ്ഞു നിർത്തിയിട്ടില്ല. അവിടെ അവരെ വന്നു, റെയ്ഡ് നടത്തി, തിരിച്ചുപോയി. പക്ഷെ ഞങ്ങൾക്ക് ജനാധിപത്യപരമായി സമൂഹത്തോട് ഈ കാണിച്ചത് തെറ്റായ അനാവശ്യമായ ഒരു കാര്യമാണ് എന്ന് പറയാനുള്ള അവകാശം നിങ്ങൾ അംഗീകരിച്ചു തരണം. കേരളം പോലും സമൂഹത്തിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പോലീസുമായിട്ടും നിയമവാഴ്ചയുമായിട്ടും സഹകരിച്ച് പ്രവർത്തിക്കുന്നവരാണ്. നിയമം കയ്യിലെടുക്കുന്ന അപൂർവം ചില പ്രസ്ഥാനങ്ങളോ ചില വ്യക്തികളോ ചില സംഭവങ്ങളെ കേരളത്തിൽ ഉണ്ടാവാറുള്ളൂ. പക്ഷെ പൊതുവെ പൊതുപ്രവർത്തകർക്കൊക്കെ മാന്യത നിലനിൽക്കുന്ന സംസ്ഥാനമാണ്. ആ മാന്യതയാണ് കേരളം നിയമവാഴ്ചയുടെ കാര്യത്തിൽ മുമ്പിൽ നിൽക്കുന്ന സംസ്ഥാനമായിട്ട് മുമ്പും ഇപ്പോഴും നിലനിർത്തുന്നത്. ആ മാന്യതയും ആ വിശ്വാസവും കാത്തുസൂക്ഷിക്കുന്ന ഒരു അന്തരീക്ഷം കേരളത്തിൽ ഉണ്ടാകണമെന്നുള്ളതാണ് മുഖ്യമന്ത്രി ഉന്നയിച്ചൊരു കാര്യം. അത് ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, പൊതുപ്രവർത്തകർക്ക് സമൂഹത്തിൽ ലഭിക്കുന്നൊരു മാന്യത, ആ മാന്യത എന്ന് പറഞ്ഞാൽ ക്രിമിനലുകളെ സംരക്ഷിക്കുക എന്നുള്ളതല്ല. ആ മാന്യത ഉണ്ടാവണം. അവരുടെ ആഫീസുകൾ ഇപ്പോൾ ഞാൻ നേരത്തെ ഇവിടെ അഭിലാഷത്തിന് ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമുണ്ട്. 7 ഹർത്താലുകളിൽ ഈ കേരളം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തൊരു അക്രമവും പോലീസിന്റെ നേരെയുള്ള കയ്യേറ്റവും എന്തെല്ലാം ഉണ്ടായി. കേരളത്തിലെ മുഴുവൻ BJP ഓഫീസും സംഘപരിവാറിന്റെ ഓഫീസുകളും ആരെങ്കിലും റെഡി ചെയ്തോ?
ആ പ്രതികളെ പിടിക്കാൻ പോലീസ് ആവശ്യമായിട്ടുള്ള മാർഗങ്ങൾ സ്വീകരിച്ചു. അവര് ധാരാളം പേര് പ്രതികളെ ഇനി ഏത് ഓഫീസിൽ ഒളിച്ചാലും പിടിക്കണം ശ്രീ മധു. അത് രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസാണ് എന്നുള്ളത് കൊണ്ട് അത് പരമപവിത്രമായ ഒന്നാണ്. അവിടേക്ക് ആർക്കും കയറിക്കൂടാ എന്നൊന്നുമില്ലല്ലോ. പൊതുജനങ്ങൾക്ക് വരാവുന്ന ഓഫീസിൽ പോലീസിനും വരാം, അതിപ്പോൾ ഒരാളുടെ വീട്ടിലാണെങ്കിൽ പോലും. അതുകൊണ്ട് പോലീസ് കയറിക്കൂടാ എന്ന് പറയുന്ന യുക്തിക്ക് ന്യായമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ശ്രീ CR നീലകണ്ഠൻ, പോലീസുകാരെ ഗ്ലോറിഫൈ ചെയ്യുന്ന കാര്യം പറയുമ്പോൾ സത്യസന്ധരായ ഉദ്യോഗസ്ഥർ നേരിടുന്ന അനവധി പ്രതിസന്ധികളുണ്ട്. പോലീസുകാർ നിരന്തരമായി ഭീഷണിക്ക് വിധേയമാകുന്ന അവസരവും നമ്മുടെ നാട്ടിനെ സംബന്ധിച്ചുണ്ട്. ഇവിടുത്തെ പ്രശ്നം ഇപ്പോൾ സൂചിപ്പിച്ചു, ഇത് ദളിത് അട്രോസിറ്റി ആക്റ്റാണ് ചുമത്തേണ്ടത്, അതല്ലാതെ പോക്സോ അല്ല എന്ന് ഇപ്പോൾ DYFIയുടെ ഏരിയ സെക്രട്ടറിയോ ബ്ലോക്ക് സെക്രട്ടറിയോ ഒക്കെയാണ് തീരുമാനിക്കുക. SIയോട് പറയുന്നത് SI സമ്മതിച്ചില്ലെങ്കിൽ അവിടെ ഒരു പ്രശ്നമാണ്, അതൊടുവിൽ പോലീസ് സ്റ്റേഷൻ കല്ലേറിലേക്ക് നയിക്കും. ഇപ്പോൾ ഈ നിലയ്ക്ക് P ജയരാജൻ പയ്യന്നൂരിൽ പോലീസ് സ്റ്റേഷൻ്റെ വരാന്തയിൽ നിന്ന് പ്രസംഗിച്ചത് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. ഇപ്പോൾ പാർട്ടി ഓരോ പോലീസ് സ്റ്റേഷനും ഭരിക്കാൻ ശ്രമിക്കുന്ന CPM-നെ കുറിച്ചുള്ള ഏറ്റവും പഴയ ആരോപണത്തിന്റെ പ്രേതങ്ങൾ ഇപ്പോഴും ഉണ്ടെന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതിന് മുമ്പ് ഒരു കാര്യം, ഉദ്യോഗസ്ഥർ സത്യസന്ധരായ ഉദ്യോഗസ്ഥർ ക്രൂശിക്കപ്പെടുന്നില്ല എന്നതിന് അദ്ദേഹത്തിന് എനിക്ക് ഉണ്ട് എന്നതിന് 100 കണക്കിന് തെളിവുകളുണ്ട്. അത് ശ്രീറാം വെങ്കിട്ടരാമനായാലും ഇപ്പോൾ ഇവിടുത്തെ ഫോർട്ട് കൊച്ചി കളക്ടറായ അദീല ആയാലും നിരവധി ഇവരുടെ മർമ്മത്തിൽ തൊട്ടാൽ IAS അല്ല IPS അല്ല ഇവർ ആരായാലും ഓടിക്കും. ജേക്കബ് തോമസ് ഒക്കെ നമ്മുടെ മുമ്പിൽ, ഞാനിപ്പോൾ അതിലേക്ക് ഓരോന്നിലേക്കൊന്നും പോകുന്നില്ല. ഒരുപാട് അനുഭവങ്ങളുണ്ട്. സത്യസന്ധരായ ഉദ്യോഗസ്ഥർ അത് ഇവിടെയുണ്ട്. നേരത്തെ അലോക് വർമ്മയുടെ കാര്യം നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. എന്തിനാ അലോക് വർമ്മയെ മാറ്റിയത്? കോടതി സമ്മതിച്ചല്ലോ. ഇപ്പോൾ ഇവരെ മാറ്റുന്നത് നിയമപരമാണ്. ആദിത്യ എന്ന് പറയുന്ന DCP ലീവിൽ പോയി അവരെ നേരത്തെ വിളിച്ച് ഇവരെ മാറ്റുക. അവർ ലീവ് കഴിഞ്ഞ് വന്ന് അവർ മാറിക്കോട്ടെ, ആരാ വിരോധം? അവരെ നേരത്തെ ഒരു ദിവസം നേരത്തെ മാറ്റിയെങ്കിൽ അതിന് ബാഡ് ഇൻറ്റൻഷൻ ഉണ്ട്. രണ്ടാമത്തെ കാര്യം, രാഷ്ട്രീയ പ്രവർത്തകർ മോശമെന്ന അഭിപ്രായമൊന്നും എനിക്കില്ല. പക്ഷേ മോശമായ രാഷ്ട്രീയ പ്രവർത്തകരും കേരളത്തിലുണ്ട്, ക്രിമിനൽ ആക്ടിവിറ്റിക്ക് കൂട്ടുനിൽക്കുന്നവരുണ്ട് എന്ന് കൃത്യമായി ഞാൻ പറയുന്നു. അത് ഒരു പാർട്ടിയല്ല, പല പാർട്ടികളിലും ഉണ്ട്. അതില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആളുകളെ ഒളിപ്പിച്ച് വെച്ച പാർട്ടി ഓഫീസുകളുണ്ട്, ആയുധം ഒളിപ്പിച്ച പാർട്ടി ഓഫീസുകളുണ്ട്. അപ്പോൾ അവിടെ കയറിക്കൂടാ എന്ന ഒരു തത്വം, അങ്ങനെ കയറിയാൽ അത് പൊതുപ്രവർത്തകർക്കാകെ അപമാനം. ഞാൻ പറയുന്നത് തിരിച്ചാണ്. പൊതുപ്രവർത്തകർക്ക് അഭിമാനമാണ് സത്യസന്ധരല്ലാത്ത പൊതുപ്രവർത്തകർ ഈ രംഗത്ത് നിന്ന് പോകണം എന്നുള്ളത്. അവർ തുറന്നാൽ മറ്റൊരു ഒരു 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 വിഷയം കൂടി ഈ കാര്യത്തിലുണ്ട്. ഇപ്പോൾ ഈ വിഷയം എങ്ങനെ എത്ര കത്തിയത്? അവരവിടെ റെയ്ഡ് ചെയ്തുകൊണ്ടല്ല, CPM അവരെ ആക്രമിച്ചത് തിരിച്ചടിച്ചതുകൊണ്ടാണ്. അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറയാം, പ്രതിയെ കണ്ടില്ല പോയി, ഒരു വാർത്ത കഴിഞ്ഞു. ഇതിപ്പോൾ അതല്ല, CPM അവരെ ടാർഗറ്റ് ചെയ്തതുകൊണ്ടാണ് ഇത് വലിയ വാർത്തയായത്. അല്ലെങ്കിൽ ഇതൊരു വാർത്തയല്ല. അവർ എത്രയോ സ്ഥലങ്ങളിൽ പോലീസ് റെയ്ഡ് നടത്തി ഒന്നും കിട്ടാതെ വന്നിട്ടുണ്ട്. എത്രയോ വീടുകളിൽ, എത്രയോ സ്ഥാപനങ്ങളിൽ പോലീസ് നടത്തി തിരിച്ചു പോരും. ഇനിയിപ്പോൾ അതിൻ്റെ പിന്നിൽ ഒരല്പം ഉണ്ട്. ഇവർ പറയുന്ന മാനിയ ഉണ്ടെങ്കിൽ പോലും ആ മാനിയെ ഇപ്പോൾ വളർത്തി കൊടുത്തതാരാ? CPM ആണ്. ഞാൻ വീണ്ടും പറയുന്നു, ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, കോടിയേരി ബാലകൃഷ്ണനോ അല്ലെങ്കിൽ ആനാവൂർ നാഗപ്പനോ മധുവിനോ അത് പറയാം, പക്ഷെ മുഖ്യമന്ത്രി പറയാൻ പാടില്ല. മുഖ്യമന്ത്രിക്ക് ഭരണഘടനാപരമായ ഉത്തരവാദിത്തമുണ്ട്. അദ്ദേഹം പാർട്ടി സെക്രട്ടറി അല്ല. ശരി, എനിക്ക് സമയം അവസാനിക്കുന്നു. എന്തായാലും ജനാധിപത്യത്തിന്റെ ആധാരശിലകളിൽ ഒന്നാണ് രാഷ്ട്രീയ സംവിധാനവും രാഷ്ട്രീയ പാർട്ടികളും. പക്ഷേ അവരുടെ ഓഫീസിൽ പോലീസിന് സംശയമുണ്ടെങ്കിൽ പോലും കയറിക്കൂടാ, അത് വലിയ ജനാധിപത്യ ധ്വംസനമാണ് എന്ന് ഒരു നിഗമനത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയില്ല. പോലീസിന് വിവിധ ഭരണകൂട സംവിധാനങ്ങൾക്ക് കർത്തവ്യം നീതിബോധത്തോടു കൂടി നിർവഹിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവുകയാണ് വേണ്ടത്. വളരെ നന്ദി ശ്രീ CR നീലകണ്ഠൻ, ശ്രീ N. ഷംസുദ്ദീൻ, ശ്രീ VK മധു, ശ്രീ KV തോമസ് MP ചർച്ചയിൽ പങ്കെടുത്തതിന്. ഇടവേള.